Good morning. Good morning, ma'am. Morning. Good morning. Okay. Ready ആയല്ലോ അല്ലേ? നോട്ടൊക്കെ എടുത്ത് വെച്ച് റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. സോ നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നേ? Disaster management. Yes, disaster management ആണ് 7th chapter. എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് നോക്കട്ടെ. നമ്മള് ക്ലാസ് ഒന്ന് മാറി തന്നെ ഇരുന്നതാണ്. ചിലർക്ക് അവിടെ ഡിസ്റ്റർബൻസ് വരാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് മാറിയിരുന്നു. ആ ക്ലാസ്സിൽ എന്തെങ്കിലും കറക്റ്റ് സ്ഥലം കിട്ടി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഇൻസിഡന്റ് സ്റ്റാഫ് അതിന്റെ ഫങ്ഷൻസ് ആണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? കഴിഞ്ഞ ക്ലാസ്സില് ലാസ്റ്റ് അവിടെയല്ലേ നിർത്തിയിരിക്കുന്നേ? ഇൻസിഡന്റ് കമാൻഡ് സ്റ്റാഫ്. പേജ് നമ്പർ 63 ആയിട്ടുള്ള ആണോ? 63യോ? നിങ്ങളുടെ 63 ആണോ? അവിടെല്ല മാം, പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ വരെ പകുതി 7th പോയിന്റ് വരെ പറഞ്ഞു. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? അവിടെ അതാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത് ലാസ്റ്റ്. ഞാൻ വിചാരിച്ചു അതിന്റെ പകുതി ഇവിടെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ചുകൂടി മുമ്പില് അത്ര വരെ പോയിരുന്നു അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എല്ലാവരും ഒന്ന് ഓക്കെ ആണോ നോക്കിയേ? അവിടെ വരെ എത്തിയോ എന്നൊന്ന് കൺഫേം ചെയ്യട്ടെ എല്ലാവരും. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് അത് നമ്മൾ പറഞ്ഞു. ഓരോരുത്തർക്കും എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്നുള്ളതൊക്കെ ചാർട്ട് ചെയ്തൊക്കെ നേരത്തെ വെക്കണം. അതായത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്തല്ല നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു ഡിസാസ്റ്റർ ഒക്കേഴ്സ് അല്ലെ, ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ജോലികൾ ചെയ്യണം, അതിന് ഇച്ച് ആൻഡ് എവറി പൊസിഷൻ ഓർഗനൈസേഷന്റെ ഒരു ചാർട്ട് അതിന് വേണ്ടി നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. ആ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ ICS ആ സിസ്റ്റത്തിൽ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ചാർട്ട്, ഓർഗനൈസേഷണൽ ചാർട്ട്, വിച്ച് പൊസിഷൻ വിച്ച് പേഴ്സണൽ ഹാവ് ടു ഹാൻഡിൽ, ഏത് പൊസിഷനാണോ ഓരോ പേഴ്സണൽസും ഹാൻഡിൽ ചെയ്യേണ്ടത് അതിന്റെ ഒരു ചാർട്ട് തയ്യാറാക്കി വെക്കണം. ആ ചാർട്ട് ഇവിടെ തന്നെയാണോ നിർത്തിയിരിക്കുന്നത്? എല്ലാവരും ഒന്ന് കൺഫേം ചെയ്തേ. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ തൊട്ടടുത്ത പോയിന്റ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് പ്ലാൻ ആക്ടിവേഷൻ. ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഏരിയയിൽ എവിടേക്കാണ് ഈ പ്ലാൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ആ പോയിന്റ് കൂടിയാണ് എടുക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാണ്. പിന്നെ എന്താ പറയാ, ഡിസാസ്റ്റർ മാനുവല് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഓരോ കളറ് ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കളർ കോഡുകൾ ഉണ്ടായിരിക്കും. ആ കളർ കോഡ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ലാമിനേറ്റഡ് ഫോം. അത് ലാമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായി ലാമിനേറ്റ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അത് ഡാമേജ്ഡ് ആകാനായിട്ട് ഈ മാനുവലിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാമിനേറ്റ് ചെയ്ത് നമ്മളത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതനുസരിച്ച് ആ മാനുവൽ പ്രകാരം ആക്ടിവേറ്റ് ചെയ്ത പ്ലാൻ, ആ പ്ലാനുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ഏരിയാസും റിലേറ്റഡ് വിത്ത് എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. എവിടെയൊക്കെയാണോ നമുക്ക് എമർജൻസി സൗകര്യങ്ങൾ ആവശ്യമുള്ളത് അവിടെയൊക്കെ ആ ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാം. എവിടെ വി ക്യാൻ ഹാൻഡിൽ ദ എമർജൻസി സിറ്റുവേഷൻ, എമർജൻസി അത്യാഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യണം. നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരിക്കണം ഇന്ന ഏരിയ, ഇന്ന പർട്ടിക്കുലർ സ്ഥലം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം, മറ്റേ ഏരിയ വേറെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതല്ലാതെ ആ സമയത്ത് ഈ പറയുന്ന ഇൻഫ്ലക്സ് ഓഫ് ഡിസാസ്റ്റർ വിക്ടിംസിനെ കൊണ്ടുവരുന്ന സമയത്തല്ല ഇവരെയൊക്കെ എവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പകച്ചു നോക്കി നിൽക്കേണ്ടി വരിക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പൊ
നമ്മൾ അങ്ങനെ പാനിക്കായിട്ട് നിന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ആസ് സൂൺ ആസ് പോസിബിൾ വി ഹാവ് ടു ഗിവ് ദം ട്രീറ്റ്മെന്റ്സ് അല്ലെ. പേഷ്യന്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത നിമിഷത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അപ്പൊ അവിടെ എവിടെ കൊണ്ടുപോകും, എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നിൽക്കാൻ സമയം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയരുത്. സോ ബിഫോർ ദാറ്റ്, അപ്പൊ അതുകൊണ്ട് വി ഹാവ് ടു ഫോർകാസ്റ്റ് ഓൾ സച്ച് ഏരിയാസ്. നമ്മുടെ ഈ ഫോർകാസ്റ്റിനകത്ത് എല്ലാ ഏരിയാസും എവിടേക്കാണെന്ന് ഉൾപ്പെടുത്തണം. ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ കീ ഇൻഡിവിജ്വൽസ്, പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസാസ്റ്ററിൽ ജോലി ചെയ്യേണ്ട ആൾക്കാർ, പ്രധാനികൾ ഉണ്ടാവുമല്ലോ, കീ പേഴ്സണൽസ് ഉണ്ടായിരിക്കും. അവര് എവിടേക്കാണ്, അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, അവര് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ, ഓരോ ആളുകൾക്കും കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്. ഓക്കെ, ആൻഡ് കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് ഒരു കളർ കോഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ആ സ്റ്റാഫിനെ കളർ കോഡ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഏത് വിഭാഗത്തില് ഉള്ള ആളാണ്, ഏത് വിഭാഗത്തിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്, ഇന്ന ആ ഒരു കളർ കോഡ് കണ്ടിട്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കാറ്റഗറൈസ് ചെയ്ത് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്താൽ ആ ജോബ് കാർഡുകളുടെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആകും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആ സമയത്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിലാണ് വി ഹാവ് ടു ആക്ടിവേറ്റ് ദിസ് പ്ലാൻ? ഈ പ്ലാൻ എവിടെയൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്? ഹോസ്പിറ്റൽസിന്റെ പ്ലാൻ നടപ്പിലാക്കേണ്ട ചില ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത്. ഒരു കമാൻഡ് ഏരിയ കമാൻഡ് ചെയ്യാൻ, അവിടെ ഇരുന്നിട്ടാണ് കമാൻഡ് ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്, അത് വേഗം തന്നെ എല്ലാ സ്റ്റാഫും ഇന്ന സ്ഥലത്ത് വരിക, അല്ലെങ്കിൽ അവരവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ട് എല്ലാവരും വേഗം തന്നെ പ്രിപ്പയർഡ് ആകുക എന്നുള്ള കമാൻഡുകൾ പല ആളുകൾക്കും കമാൻഡുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടി ഒരു കമാൻഡ് സെന്റർ ഇൻ ദ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ് ഓഫീസ്, പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്, അല്ലെങ്കിൽ ടു ദ പോലീസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയാസ്. ഇങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോ എന്താ പറയാ ഈ ഡിസാസ്റ്റർ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്ന് തടിച്ചുകൂടും. അപ്പൊ ഇവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ സൗകര്യങ്ങൾ, അത് എന്താ പറയാ ടെലിഫോൺ കൂടാതെ തന്നെ മറ്റ് സിസ്റ്റംസ് ഒക്കെ ഇന്നുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് ആണ്. ഹോട്ട്ലൈൻ ഏരിയാസ് ഉണ്ട്, പിന്നെ പേജിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇപ്പൊ റേഡിയോ പോലെ. ദാറ്റ് മീൻസ് ഒരു കാര്യം ആരെങ്കിലും ഇൻഫോം ചെയ്യാനുണ്ട്, അത് ആ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പോലീസുകാരൊക്കെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവര് വെച്ചിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലെ? ഒരു ചെറിയ സെൽ പോലത്തെ ഇത് വെച്ചിട്ട്, അതാണ് ഒരു അങ്ങോട്ടേക്ക് മാത്രം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കാനാണ്. നമുക്ക് വിശേഷമൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ഉണ്ടോ അതുണ്ടോ ഇതൊന്നും ചോദിക്കാനുള്ള നേരമൊന്നുമില്ല. ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ, ദാറ്റ്സ് ഓൾ. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് എന്താ പറയാ പേജിംഗ് സിസ്റ്റം, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്. അത് എല്ലാം സജ്ജീകരിച്ചിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഓൾറെഡി നമ്മുടെ ഈ പ്ലാന് നടപ്പാക്കാൻ നമുക്ക് ഉണ്ടായിരിക്കണം ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ക്ലിയർ ആകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? റെഡി അല്ലേ? ഓക്കെ. Then security office, police picket. ഇനി ഒരു സെക്യൂരിറ്റി ഓഫീസ്, നമുക്കറിയാം when disaster occurs, the most probably all the patients will be brought to the hospital. അപ്പോൾ തന്നെ നമുക്കറിയാം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഭയങ്കര തിക്കും തിരക്കും വണ്ടികളുടെയും ആളുകളുടെയും ഒക്കെ ഉന്തും തള്ളൊക്കെ ഉണ്ടാകും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓൾ ദീസ് റഷ്, അപ്പൊ ഈ പറയുന്ന തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല സെക്യൂരിറ്റി അവിടെ വേണം. അപ്പൊ സെക്യൂരിറ്റീസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് വരുന്ന വാഹനങ്ങളൊക്കെ പ്രത്യേകം അതാത് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യിപ്പിക്കുക. എന്താ പറയാ വരുന്ന ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ തിങ്ങിക്കൂടി ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പോലും നമുക്ക് എന്താ പറയാ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുക ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവരുടെ സർവീസസ് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു സെക്യൂരിറ്റി ഏരിയ, അതുപോലെ പോലീസ് പിക്കറ്റിന് വേണ്ടിയിട്ട് പോലീസുകാർക്കും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ വരേണ്ടി വരും. അപ്പൊ അവർക്ക് പെർട്ടിക്കുലർ ഏരിയ, ഓൾ ദീസ് തിങ്സ് ടു ബി പ്രൊവൈഡ്. അതും നമ്മള് ഹോസ്പിറ്റലിന്റെ ഇൻസൈഡ് പ്രൊമൈസസിന് ഇൻസൈഡ് നമ്മൾ അതിനുള്ള ഏരിയ സെറ്റ് ചെയ്യണം. റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ, ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന രോഗികളെ സ്വീകരിക്കാനും അവരെ സോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സോർട്ട് ചെയ്ത് ആളുകളെ ഇവിടെ കൊണ്ടുവരും. എന്ന് വെച്ചാൽ ആരെയാണ് എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടത്, അവിടുന്ന് ഒരു സോർട്ടിങ് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്നത്.
when they reach to the ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാലും അറ്റ് ദ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഏജ് എവിടെയാണോ നമ്മൾ അവരെ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഒരു ട്രയേജ് അല്ലെങ്കിൽ സോർട്ടിങ് നടത്തേണ്ടി വരും. ബിക്കോസ് ചിലപ്പോഴൊക്കെ ഈ കൊണ്ടുവരുന്ന പേഷ്യൻസില് ചില ആളുകളുടെ സ്ഥിതി കുറച്ചും കൂടി വേഴ്സ്റ്റ് കണ്ടീഷൻസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇതിന് ഈ സോർട്ടിങ് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് സോർട്ടിങ് എങ്ങനെ നടത്തുന്നു, ട്രയേജ് എങ്ങനെ നടത്തുന്നു, ഹോസ്പിറ്റൽസിന്റെ അകത്ത് വന്നതിന് ശേഷം ട്രയേജ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അത് പ്രത്യേക രീതിയിലാണ്. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ചില പേഷ്യൻസിന്റെ സ്ഥിതി കുറച്ചുകൂടി മോശമായിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അതേസമയം ചില പേഷ്യൻസ് നമ്മൾ മോശം കണ്ടീഷനിലാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ ഉള്ളപ്പോഴേക്കും കുറച്ചും കൂടി റിക്കവർ ചെയ്തിട്ടാവും. അവരുടെ എന്താ പറയാ ആ രോഗത്തിന്റെ ആ ഒരു സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവരെ വീണ്ടും അന്ന് കുറച്ചും കൂടി ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരെ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു സോർട്ടിംഗ് ഏരിയ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഒക്കെ നേരത്തെ കൂട്ടി സജ്ജീകരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഓൾറെഡി നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നിട്ട് ആ ഏരിയാസിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഡീകണ്ടാമിനേഷൻ ഏരിയ ഇഫ് നീഡഡ്, അത് ആവശ്യമുണ്ടെങ്കിലാണ്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പകർച്ചവ്യാധി എപ്പിഡമിക്സ് ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ അതും ഒരു ഡിസാസ്റ്റർ ആണല്ലോ. വലിയ ദുരന്തം, വലിയ ഒരു എന്താ പറയാ കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെ മുഴുവൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രോഗം അവിടെ പിടിപെട്ടു എന്ന് വിചാരിക്കാം ഒരുപാട് പേർക്ക്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വി ക്യാൻ സി, നമുക്കറിയാം ഹോസ്പിറ്റലിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇൻക്ലൂഡിംഗ് ദ സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫുകൾ ഉൾപ്പെടെ. അപ്പൊ ഈ എന്തെങ്കിലും പകർച്ചവ്യാധി രോഗങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന രോഗികളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവരിലേക്ക്, അതായത് ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ ഹോസ്പിറ്റൽ പേഴ്സണൽസും ഒക്കെ ജോലിക്കാരൊക്കെ രോഗികളായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർക്കത് ബാധിക്കാൻ പാടില്ല. അവരിലേക്ക് ഇത്തരം രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് കൊണ്ടുവരുമ്പോ ഇവരെയൊക്കെ ചിലപ്പോ ഇവരുടെ ഡ്രസ്സോ മറ്റു മെറ്റീരിയൽസോ ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യില്ല. അപ്പൊ ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ എല്ലാ ഡിസാസ്റ്ററിനും ഈ ഡീകണ്ടാമിനേഷൻ ഏരിയ വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ ഇഫ് നീഡഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? സൗണ്ടിനൊന്നും പ്രശ്നമില്ലല്ലോ എന്റെ? ഇനി ഇത് കൂടുതൽ സൗണ്ട് എടുത്ത ടീച്ചർമാരൊന്ന് ഇത്രയും ഓൾറെഡി നമുക്ക് ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ, ചിലപ്പോ അവിടേക്ക് ഇരുന്നപ്പോ സൗണ്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ മാക്സിമം സൗണ്ട് എടുക്കും. എന്റെ പ്രശ്നം കൊണ്ടാണോ, ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, ദെൻ ക്ലിയർ ആണ്. ഓക്കെ, മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഇനി ചെറിയ ചെറിയ കേടുപാടുകൾ മാത്രം ഉണ്ടായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ല. ചിലപ്പോ എവിടെയെങ്കിലും കാലിന്റെയൊക്കെ വിരലുകൾ ഒടിഞ്ഞോ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞോ, ഇതൊന്നും വലിയ ഇഷ്യൂ അല്ല. അതൊക്കെ നമുക്ക് എന്താ പറയാ വേദന എടുക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ആ മൈനർ ട്രീറ്റ്മെന്റ് അവരുടെ വേദനയെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരെയൊക്കെ, അതായത് കുറച്ച് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് വേണ്ടത്ര കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം സമയം എടുത്ത് ചെയ്താൽ മതി ഇത്തരം മൈനർ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുന്നവരെ, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ. അപ്പൊ അത് വേണമെങ്കിൽ ഇവിടത്തേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് വേണമെങ്കിൽ അവിടെ പോയിട്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണ്ടത്ര രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഒരു മൈനർ ട്രീറ്റ്മെന്റ് ഏരിയയും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കണം. അക്യൂട്ട് കെയർ ഏരിയ, അക്യൂട്ട് എമർജൻസിയാണ് കേട്ടോ. അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു ഏരിയ. അക്യൂട്ട് മീൻസ് ഇന്റൻസീവ്, പെട്ടെന്നാണ് കേട്ടോ. വളരെ കുറച്ച് ഗൗരവമേറിയ അസുഖങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നിട്ടോ ഒക്കെ ഉള്ളവരെ ആയിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അക്യൂട്ട് കെയർ ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓൾറെഡി ദർ വിൽ ബി ആൻ എമർജൻസി ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. പക്ഷേ ഇവിടെ നമുക്കറിയാലോ എല്ലാ ഹോസ്പിറ്റലിലും ഒരു അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് അവരുടെ ഡെയിലി റുട്ടീന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, അത് ഡെയിലിയിൽ വരുന്ന കാര്യമല്ല. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ജനറൽ കേസസിൽ നമുക്ക് അത്തരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയാൽ മതി. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അത് മേ ഒക്കർ ഓർ മേ നോട്ട് ഒക്കർ. ചിലപ്പോ വർഷത്തിലൊക്കെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമർജൻസി ഏരിയ വേറെ പ്രത്യേകം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട്. കേട്ടല്ലോ? ഡെഫിനറ്റീവ് കെയർ വാർഡ്സ്. ഇനി പ്രത്യേകം ചില എന്താ പറയാ കെയറിംഗ് കൊടുക്കേണ്ടി വരുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ലൈക്ക് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലൈക്ക് ദാറ്റ്.
മനസ്സിലായ? ഓപ്പറേഷൻ തിയേറ്ററോ, കാരണം ഇവിടെ കൊണ്ടുവരുന്ന വലിയ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ഒക്കെ ആകുമ്പോൾ ഒരുപാട് എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും ഒക്കെ ആയിട്ട് ഫ്രാക്ചേഴ്സും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വരാറുണ്ട് പേഷ്യൻസ്. അപ്പൊ അവർക്ക് ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും. ചിലപ്പോ ശരീരത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അതൊക്കെ വലിയ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചു അല്ലെങ്കിൽ വലിയ ഇതൊക്കെ സംഭവിച്ചിട്ട് ആളുകളെ കൊണ്ടുവരും. എത്രയും പെട്ടെന്ന് അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് പർട്ടിക്കുലർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ നമ്മൾ പ്രത്യേകം ചിലപ്പോൾ ഒരുക്കേണ്ടി വരും. അപ്പൊ ഒരുക്കണം, അതിന് ഒരുങ്ങിയിരിക്കണം. ഒരുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം കാര്യങ്ങളുടെ പ്ലാനിങ്ങുകൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പിന്നെ വാർഡുകള്, കാരണം ഈ പേഷ്യൻസിനെ കൊണ്ടുവരുന്നവരെ ചിലപ്പോ അപ്പൊ തന്നെ എന്താ പറയാ മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് വിടാൻ പറ്റില്ല. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് നേരത്തേക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള വാർഡുകൾ. സോ ഡെഫിനിറ്റ് ആയിട്ടുള്ള കെയറിംഗ് ഏരിയാസ് സച്ച് ആസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡ്സ് എക്സെട്ര. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? Next one, intensive treatment area and activation of high dependency units. അതായത് ഇന്റൻസീവ് ആയിട്ടുള്ള, അതായത് വളരെ എന്താ പറയാ ഡിപ്പെൻഡന്റ് ആയിട്ട്, അതായത് അവരെ നോക്കാനും കെയർ ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കുറച്ച് പേരൊക്കെ നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള എന്താ പറയാ കെയർ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതിതീവ്ര പരിചരണ വിഭാഗം ഓൾറെഡി ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും, ICU ഒക്കെ. പക്ഷെ ഇത്തരം സ്പെഷ്യൽ കേസസിൽ നമ്മൾ ഇവരെ ഈ കൊണ്ടുവരുന്ന അവിടെ ഓൾറെഡി ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഹോസ്പിറ്റൽസിൽ. സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ അവിടുത്തെ ICU ഒക്കെ ചിലപ്പോൾ ഫുള്ളി അക്കോമഡേറ്റ് ചെയ്തേക്കായിരിക്കും. പക്ഷെ ഇവിടെ ഇത്തരം സാഹചര്യങ്ങളിൽ അവരെയൊക്കെ പെട്ടെന്നൊന്നും ഒഴിച്ചുവിടാൻ പറ്റില്ലല്ലോ. ചില പേഷ്യൻസിനെയൊക്കെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമായിരിക്കും, അല്ലെങ്കിൽ അവരെ റൂംസിലേക്കോ മറ്റു വാർഡുകളിലേക്കോ ഒക്കെ മാറ്റാമായിരിക്കും. പക്ഷെ എല്ലാവരെയും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇവിടെ ടെമ്പററി ആയിട്ടൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ, അത് ഒരു ഇത്തരം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഡിപെൻഡന്റ് യൂണിറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളും യൂണിറ്റുകളും ഹോസ്പിറ്റൽസിലേക്ക് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ആൻഡ് ഓൾസോ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ടെമ്പററി മോർച്ചറി ആക്ടിവിറ്റി ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ്. എന്ത് ചെയ്യേണ്ടി വരും? ഒരു താൽക്കാലികമായി മോർച്ചറി, ഹോസ്പിറ്റൽസിലെ മോർച്ചറി ഉണ്ടെങ്കിൽ തന്നെ ആ മോർച്ചറി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതല്ല, അത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽസിലെ മോർച്ചറി അതിന് വേണ്ടിയിട്ട് അതായത് അവിടെ കിടന്ന് മരിക്കുന്നവര് അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻസിൽ പെട്ടത് കൊണ്ടുവന്നിട്ട് മരണപ്പെട്ടവരുടെ ബോഡീസ് ഒക്കെ സൂക്ഷിക്കാനും അത് മറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് അങ്ങനെ സൂക്ഷിക്കും. എന്താ പറയാ വേണ്ടപ്പെട്ടവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. എല്ലായിടത്തൊക്കെ കിടന്ന് നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട് അല്ലെ. എവിടെയെങ്കിലൊക്കെ കിടന്ന് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബോഡിയും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ പേഴ്സണൽ എന്താ പറയാ അപ്പിയറൻസും ഒക്കെ പരസ്യത്തിലോ ഒക്കെ ചെയ്ത് ആളുകളെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് അല്ലെ. നമുക്കറിയാലോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് പേപ്പറിലേക്കാണ് പണ്ടത് വരിക. പക്ഷെ ഇന്ന് അതല്ലാതെ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഇങ്ങനെ അതപ്പോ തന്നെ ആളുകളിലേക്ക് എത്തിക്കും. അപ്പൊ പെട്ടെന്ന് ആരെയാണോ കാണാതെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഉണ്ടല്ലോ, അവരുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുമ്പോൾ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ ഒരാളുടെ അത് ചെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള താൽക്കാലികമായി ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മോർച്ചറീസ്. അത് ഓൾറെഡി എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടായിരിക്കും. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലും ഒരു താൽക്കാലിക മോർച്ചറി, ടെമ്പററി മോർച്ചറി, ഒരു ടെന്റ് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. താൽക്കാലികമല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റാം, റിമൂവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് നേരത്തെ കൂട്ടി കണ്ടുവച്ചേക്കണം. അത് ഇന്ന സ്ഥലത്ത് നമുക്ക് മോർച്ചറിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെ ഈ പ്ലാനിൽ ഉണ്ടാകണം. Then holding areas for relatives or non-injured. ഇനി ഈ കൊണ്ടുവരുന്ന ഡിസാസ്റ്ററിൽ പെട്ടുവരുന്ന ആളുകളുടെ റിലേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ അത് കണ്ടു കേട്ടൊക്കെ വേഗം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ആകെ അവര് ഇമോഷണലി അവര് എന്താ പറയാ മെന്റലി ഒക്കെ അവർ ഭയങ്കര എന്താ പറയാ ഡൗൺ ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരെയൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ പർട്ടിക്കുലർ ഒരു ഏരിയ. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ വിക്ടിംസ് ആയിട്ടുള്ളവര് എന്റെ കൂടെ തന്നെ ചിലപ്പോൾ ഒരു പരിക്കുകൾ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടവരുണ്ടായിരിക്കും. രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മനസ്സിൽ ആ ഒരു ആഘാതം അല്ലെ, ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ ഒരു എന്താ പറയാ ഒരു സീരിയസ്നെസ് അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോവുക. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ എല്ലാവരെയും ഹോൾഡ് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ. മനസ്സിലായോ? Then area for holding media briefings. ഇനി മീഡിയക്കാരും ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അല്ലെ.
പല പല ചാനലുകളോ അല്ലെങ്കിൽ എന്താ പറയാ പത്രത്തിലോ ഒക്കെ ആൾക്കാർ വരും, അവരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ. ഇതെല്ലാം കൂടി കിടന്നതിനകത്ത് കിടന്ന് മറയുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെയുള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഉള്ള ഒരു എന്താ പറയാ കെയറിങ്ങും ട്രീറ്റ്മെന്റും പേഷ്യൻസിന് അത്യാവശ്യം കിട്ടാൻ വരും. അപ്പൊ ഇതിന് പ്രത്യേകം ഏരിയ, ഈ മീഡിയാസിനൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസ് ഇൻ കേസ് ഓഫ് പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ഇവാക്യുവേറ്റഡ്. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയാ കുറെ ആളുകളേക്ക് ഇങ്ങനെ ഒഴിപ്പിക്കുമല്ലോ. ഇപ്പൊ ഇവിടെ കിടക്കുന്ന ആളുകളെ ഡിസ്ചാർജ് ചെയ്ത് താൽക്കാലികമായിട്ട് എന്താ പറയാ ഈ റൂമുകളും വാർഡുകളും ഒക്കെ നമുക്ക് ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒഴിപ്പിക്കുന്ന ചില ആൾക്കാർ, ഇപ്പൊ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത സ്ഥലത്ത് നിന്ന് എന്താ പറയാ രക്ഷപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത ആൾക്കാർ, ഒഴിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഹോൾഡ് ചെയ്യാനും ഹോസ്പിറ്റൽസിന്റെ പ്രമീസസിനകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ അന്നേരം അവിടെ കിടക്കുന്നുണ്ട്, കുറച്ചു പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ വാർഡിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല, അവരെ നമുക്കിപ്പോ തൽക്കാലം എന്താ പറയാ മാറ്റാം അവിടെ നിന്ന്. കാരണം ആ വാർഡുകൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ ഒരു ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് കിടത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ കിടന്നവരെ എന്ത് ചെയ്യണം? വീട്ടിപ്പൊക്കെ ഒന്നും പറഞ്ഞു വിടാൻ പറ്റില്ല. അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡിസ്ചാർജിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്താലേ അവർ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റുള്ളൂ. പെട്ടെന്നല്ലേ ഇത് ഉണ്ടായിരിക്കുന്നത്, മുന്നറിയിപ്പ് തന്നിട്ട് വരുന്നതല്ല എല്ലാ ഡിസാസ്റ്റേഴ്സും. സോ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്ത് താമസിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ഇടം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. So these are the special areas or different areas in hospitals for the activation of disaster plan. Disaster planil നമ്മൾ ആക്റ്റീവ് ആക്കേണ്ട ചില ഏരിയാസ് ആണ് നമ്മൾ ഈ 13 പറഞ്ഞത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇനിയിപ്പോ ടിക്കിടാനൊന്നുമില്ല അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇന്ന് നമ്മള് ഒരു 12 മണി വരെ ഞാൻ തന്നെയാണ് കേട്ടോ ക്ലാസ്. അത് ഞാൻ തുടങ്ങിയപ്പോ പറയാൻ മറന്നുപോയി. പിന്നെ അശ്വതി മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. അശ്വതി മിസ്സിന് വേറൊരു ക്ലാസ്സിലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ 12 o'clock 12 മണി വരെ എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എടുത്തില്ല കേട്ടോ. നല്ല ദിവസം നമ്മൾ എടുത്തില്ലേ? അങ്ങനെ എടുത്തോ? ഒരു ദിവസം ഇതുപോലെ എടുത്തില്ലേ? ഇല്ലേ? 12 വരെ എടുക്കില്ല, 11 വരെ, ശരി 12 മണി വരെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ ഒന്ന് നിങ്ങളൊന്ന് സഹിച്ചിരിക്കണം. ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലും ഹോസ്പിറ്റൽസിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതുപോലെ അവിടേക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നേരത്തെ ഡിസാസ്റ്റർ ഒക്കെ മുമ്പേ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇൻക്രീസ് ദ ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. ഇനി അടുത്തത് ചില കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിനകത്ത് ചെയ്യേണ്ട ചില കാര്യമാണ്. അതിലൊന്നാണ് ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി. അതായത് ഹോസ്പിറ്റൽസിനകത്തുള്ള ബെഡ് കപ്പാസിറ്റികൾ നമ്മൾ ഇൻക്രീസ് ചെയ്യണം ഇഫ് നെസസറി ഇൻ കേസ് ഓഫ് എമർജൻസീസ്. ഇത്തരം എമർജൻസി അത്യാഹിതമായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ബെഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെഡ് കപ്പാസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പൊ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുക? എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിന്റെ സൈസ്, ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം കണക്കാക്കുന്നത് അവിടുത്തെ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ്. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ സം അതർ ചാപ്റ്റേഴ്സ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ഞാൻ എടുത്തിട്ടില്ല അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം, സൈസ് എന്നതിനെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്? അത് തന്നെ, ഇറ്റ്സ് ദ നമ്പർ ഓഫ് ബെഡ്. അവിടെ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ബെഡിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് തന്നെയാണ് അല്ലെ? ഇപ്പൊ 50 നമ്പർ ഓഫ് ബെഡ്സ് ആണെങ്കിൽ ഇന്ന സൈസ് ഓഫ് ഹോസ്പിറ്റലാണ്. നമ്മള് പല സൈസ് ഹോസ്പിറ്റൽസിന്റെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ ആ സൈസ് ഓഫ് ഹോസ്പിറ്റൽ നിശ്ചയിക്കുന്നത് അവരുടെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോ ചില കേസസിൽ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന എമർജൻസി സിറ്റുവേഷനിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ ബെഡ് കപ്പാസിറ്റി. ആവും. അപ്പൊ അതെങ്ങനെ പറ്റും? ഹോസ്പിറ്റലിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ പറ്റുമോ? കാരണം ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് ഇങ്ങനെ. അപ്പൊ അവിടുത്തെ ബെഡിന്റെ സ്ട്രെങ്ത് ഇനി നമ്മൾ എങ്ങനെ കൂട്ടാൻ പറ്റുക? എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. ഇത് ഇന്ന് ഉള്ള ബെഡിനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ നമ്മൾ കുറച്ച് അധികം ബെഡ് കൊണ്ടൊന്നും ഇടുകയല്ല ചെയ്യാം. പകരം അവിടെയുള്ള എന്താ പറയാ, നമുക്ക് ഇലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് കുറച്ച് എളുപ്പം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ രോഗികളായിട്ട് വന്നവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവരുടെ രോഗത്തിന്റെ ഏകദേശം ഒരു 80-90% ഓഫ് അവര് ക്യൂർഡ്, അവര് എന്താ പറയാ അവരുടെ രോഗം ഭേദമായി എങ്കിലും
വലിയ പ്രശ്നമൊന്നുമില്ല, അവരെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എലക്റ്റീവ് ആയിട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യാം. ഏറ്റവും മോസ്റ്റ് എപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഇതിനകത്ത് എത്ര പേരുണ്ട്, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പൊ എന്ത് ചെയ്യാം, അവിടുത്തെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇവിടെ ഉള്ളവരെ അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നവരെ വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഓക്യുപ്പൈ ചെയ്യാം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ഫസ്റ്റ് വൺ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെന്ന് പറഞ്ഞാല് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകും. ഓക്കെ, ഒരാളെങ്കിലും പറഞ്ഞാൽ ഓക്കെ എന്താ പറഞ്ഞത് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് അവിടെ അത് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. ഇനിയും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്ത രീതിയിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ളതല്ലാതെ സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് കുഴപ്പമില്ല, നേരത്തെ തുടങ്ങി ഈ രീതിയിൽ തന്നെയാണ് ആ രോഗിയുടെ ആ ഒരു മാറ്റം, വലിയ കുറയോ ഒന്നും ചെയ്യുന്ന രീതിയിൽ സ്റ്റേബിൾ ആയി നിൽക്കുന്ന പേഷ്യൻസ്, റിക്കവറിംഗ് ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗമൊക്കെ വേഗമായി ഒരു സ്റ്റെബിലിറ്റി വന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. സോ വി ക്യാൻ ഇൻക്രീസ് ദ ബെഡ് കപ്പാസിറ്റി. അപ്പൊ കുറച്ച് ബെഡുകൾ അവിടെയും ഒഴിഞ്ഞിട്ട് മനസ്സിലായപ്പോ ഇങ്ങനെ ഉള്ളവരെ തന്നെ അവിടെയുള്ള ബെഡിനകത്ത് തന്നെ അവിടെ കിടത്തിയിരിക്കുന്ന വാർഡുകളിലോ റൂമുകളിലോ ഒക്കെ നമ്മൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന പേഷ്യൻസിൽ നിന്ന് കുറച്ച് അധികം പേരെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം ഡിസ്ചാർജ് ചെയ്താലും കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. സ്റ്റേബിൾ ആയിട്ട് റിക്കവറിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെയും ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. ഇനി നമ്മുടെ ഈ ഡിസാസ്റ്റർ വിക്ടിംസ് അല്ലാതെ സാധാരണ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ നടന്നു, ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രദേശത്ത് ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഡിസാസ്റ്ററിൽ ഒക്കെ ചെയ്യുന്ന ആളുകളെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പരിസരത്ത് എവിടെയെങ്കിലുമുള്ള ആ ഡിസാസ്റ്ററിന്റെ ഇരകളാകാത്ത ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെയും ചിലപ്പോ ചില ആളുകൾക്ക് പല രോഗങ്ങളും വരുന്നവരുണ്ടാവുമല്ലോ, വേറെ ഏതെങ്കിലും രോഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അവിടെ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ഥിരമായി പോകുന്ന ഹോസ്പിറ്റൽസിൽ നമ്മൾ പോകാതിരിക്കില്ല, നമ്മളും പോകും അല്ലെ. അപ്പൊ നമ്മൾ പോകുന്നു, നമ്മുടെ രോഗത്തിന്റെ ഇതൊക്കെ നോക്കും അവര്. അപ്പൊ നമ്മൾ അത്ര വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരെ അഡ്മിറ്റ് ചെയ്യരുതെന്ന് അതാണ് പറഞ്ഞേക്കണേ. സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. എമർജൻസി ആണെങ്കിൽ നമ്മൾ അവരെയും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ല വലിയ എമർജൻസി ഒന്നുമില്ല, കുഴപ്പമില്ല, മരുന്ന് കൊടുത്തു വിട്ടിട്ട് അവർ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയാ മരുന്നൊക്കെ കഴിച്ച് അവർ ഓക്കെ ആവുന്ന ആളുകൾ പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുള്ളവരെ OP വിഭാഗത്തിൽ തന്നെ കണ്ട് അവരെ വിടുക. അതല്ലാതെ വെറുതെ ചില ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്, നമ്മളിപ്പോ എന്തെങ്കിലും രോഗമായിട്ട് 2 ദിവസം കിടക്കുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ച് കിടന്നില്ലേ, കിടത്താറില്ലേ? ഇല്ലേ? ഇല്ലാന്നാണോ? നിങ്ങളുടെ അവിടെ ഒന്നും ഇല്ല, ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഉണ്ടോ? ചിലപ്പോ നമ്മുടെ രോഗത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടായിരിക്കും, പക്ഷെ നമുക്ക് കുറച്ച് തിരക്കുള്ളവരില്ലേ, സമയമില്ല. 2 ദിവസമൊന്നും ഹോസ്പിറ്റലിൽ കിടന്ന് നമുക്ക് സമയമില്ലാന്ന് നമ്മൾ പറയും. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തന്നെ ശരിയായ രീതിയിൽ അഡ്മിറ്റ് ചെയ്തേക്കണ പോലെ തന്നെ നോക്കിക്കോളാം ഡോക്ടറെ, പറ്റൂല, സമയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പല പ്രാവശ്യം പോന്നിട്ടുണ്ടോ. അപ്പോ ഡോക്ടർ പറയും നമ്മളോട് 2 ദിവസം ഇത്രയും അധികം, ചിലപ്പോ നമുക്കൊക്കെ കൂടുതൽ വരുന്ന അസുഖം പറയുന്നത് ചുമയ്ക്കാണ്. ഒന്നാമത് ഈ വായടയ്ക്കാതെ ഇങ്ങനെ വാതവെള്ളത്തെ സംസാരിക്കുകയാണ്. അപ്പൊ ചുമയും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, റെസ്റ്റ് ഇല്ല. സൗണ്ട് എടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ സംസാരിക്കുന്നതിനും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നില്ല. ഏറ്റവും അത്യാവശ്യം ഇങ്ങനെ ചുമക്കൊക്കെ ഒത്തിരി റെസ്റ്റ് ആവശ്യമുണ്ട്, പക്ഷെ നമ്മൾ എടുക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സുകൾ തീർക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഒരാൾക്ക് ലീവ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം ടേബിൾ ഒക്കെ ഡിസ്റ്റർബ് ആകും, പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ തന്നെ ഞാൻ തന്നെ തയ്യാറാക്കാൻ വേണം അഡ്ജസ്റ്റ്മെന്റുകൾ, അത് വേറൊരു കാര്യം. അപ്പൊ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും എങ്ങനെ വലിഞ്ഞാലും നമ്മൾ വരും. ഡോക്ടർ പറഞ്ഞാല് നമ്മള് സാറില്ലേ നമ്മള് 2 ദിവസം വീട്ടില് അങ്ങാട്ടി നോളാന്നൊക്കെ വെറുതെ ഒക്കെ പറഞ്ഞിട്ട് പോലും മരുന്നും ഇതൊക്കെ ആയിട്ട് വന്ന് നമ്മള് ഇവിടെ വന്നിരിക്കും. ഓക്കെ, അത്ര കണ്ട് പറ്റാത്ത സമയത്താണ് നമ്മൾ അത്രയും ലീവ് എടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലല്ലാത്ത ആളുകളെ ഒന്നും അഡ്മിറ്റ് ചെയ്യുന്നത് നിർത്തുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. ക്ലിയർ ആയോ? ഉദാഹരണമൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കൊന്ന് തന്നതാണ്. ക്ലിയർ ആണോ? 3ാമത്തെ പോയിന്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിന്റെ ബെഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ചേഞ്ച് വെയിറ്റിംഗ് ഓർ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക്ഷിഫ്റ്റ് വാർഡ്സ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ചില പേഷ്യൻസിനെയൊക്കെ വാർഡിൽ നിന്നൊക്കെ നമ്മള് മാറ്റാൻ പറഞ്ഞില്ലേ, തൊട്ട് മുകളിൽ പറഞ്ഞല്ലോ, അങ്ങനെ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് ഇവരെയൊക്കെ കൊണ്ടുപോയി വേറെ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ അവർ ഓവർകം ചെയ്തു അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് മാറ്റി എവിടെയെങ്കിലൊക്കെ
എന്താ പറയാ അവരെ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ചില റൂമുകൾ നമ്മളിപ്പോ വെയിറ്റിംഗ് റൂം, അതുപോലെ എന്താ പറയാ പേഷ്യന്റിന് കെയർ കൊടുക്കേണ്ട അങ്ങനത്തെ വല്ല പരിസരമൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഏരിയാസ് ക്യാൻ ബി ചേഞ്ച് ഇൻടു മേക്ക് ഷിഫ്റ്റ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വാർഡിൽ നിന്ന് മറ്റൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ലേ, കുറെ പേരൊക്കെ മാറ്റുന്നില്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. വെയിറ്റിംഗ് ഏരിയാസ്, നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ്, അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ പരിസരത്ത് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങൾ മേക്ക് ഷിഫ്റ്റിംഗ് വാർഡ്സുകളായിട്ട് നമുക്ക് മാറ്റാം. ക്ലിയർ ആയോ? മനസ്സിലായോ? 4ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് റിലേഷൻ. പബ്ലിക് ഇൻഫോർമേഷൻ, ഈ പൊതു ജനങ്ങളൊക്കെ ഉണ്ടല്ലോ പുറത്ത്, അപ്പൊ ഈ ഡിസാസ്റ്ററിൽ വരുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കാൻ പറ്റൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ തിരക്കാൻ വേണ്ടി വരിക, അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു ഏരിയാസ്. അതിന് അപ്പം എന്താ പറയാ ഇൻഫോർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ നമുക്ക് ഹോസ്പിറ്റൽസിനകത്തൊക്കെ വേണം. അപ്പൊ അത്തരം ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഹോസ്പിറ്റൽസിൽ വരുന്ന ഇത്തരം ഏരിയാസ് നമുക്ക് കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം ഏരിയാസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം, പബ്ലിക്കിന് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ. അതും ഇതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന സ്ഥല സൗകര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്ലാനിങ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസില് സെക്യൂരിറ്റീസിന് അത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ആൾക്കാർ തള്ളിക്കയറിയൊക്കെ വരാൻ സാധ്യത. അപ്പൊ സെക്യൂരിറ്റി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ പല ഏരിയാസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളുടെ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ട ചില കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. 4 മതി, 5 മാറും വേണ്ട. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. അതെങ്ങനെയൊക്കെയാ പറ്റുക എന്നുള്ളതാണ്. ആ 4 പോയിന്റാണ് ഡയറക്ട്ലി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 4 പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? മറ്റേത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയും സെക്യൂരിറ്റി എമർജൻസീസില് സെക്യൂരിറ്റീന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ 2 പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ഡയറക്ട്ലി ഇറ്റ് ഹാസ് നോ റിലേഷൻ വിത്ത് ഇൻക്രീസിംഗ് ബെഡ് കപ്പാസിറ്റി. അതിന് നേരിട്ട് ബന്ധമില്ല. എങ്കിൽ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 4 പോയിന്റ് വെറുതെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് ലോജിസ്റ്റിക്സ് പ്ലാനിങ് ആണ്. ലോജിസ്റ്റിക്സ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിന്റെ പലതരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്. ഒന്നാമത്തെ പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻസൈഡും ഔട്ട്സൈഡും ഹോസ്പിറ്റൽസിലും പല കാര്യങ്ങളും അന്വേഷിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. ഹോസ്പിറ്റൽസിനകത്ത് തന്നെ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ പരസ്പരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിന്റെ പുറത്തുനിന്ന് ആളുകള് വിസിറ്റേഴ്സോ റിലേറ്റീവ്സോ മറ്റാളുകളോ മീഡിയാസോ പോലീസോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവര് അപ്പൊ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. പല രീതിയിലും അവരെ പല കാര്യങ്ങളും ആശയവിനിമയം നടത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അത് നമ്മുടെ ലോജിസ്റ്റിക് പ്ലാനിങ്ങിലുണ്ട്. നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ടു ആൻഡ് ഫ്രം ദ സൈറ്റ്. അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിലേക്ക് ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ചിലപ്പോ മറ്റു ഹോസ്പിറ്റൽസിൽ എന്താ പറയാ കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ ചിലപ്പോ ചില ഡിസാസ്റ്റർ ഒക്കെ വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ they have to be shifted to other hospitals. മറ്റു ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ലേ? അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള വാഹനങ്ങൾ മറ്റേ കറക്റ്റ് ആയിട്ട് റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ വാഹനങ്ങൾ ഉപയോഗിക്കാം. അവിടെയുള്ള ആളുകളുടെ അപ്പൊ പരിചയമുള്ള ആളുകളെയൊക്കെ അപ്പൊ അതനുസരിച്ച് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. When such a disaster occurs, if the patients have to be evacuated or have to be taken to other hospitals, മറ്റു ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വേഗം എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകും അതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടാകും. ചിലപ്പോൾ ചില ഏജൻസീസ് ആകാം, ചിലപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ആകാം, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആരുടെയെങ്കിലുമൊക്കെ
ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ആകാം. അപ്പൊ അതിന് വേണ്ടിയുള്ള എന്തായാലും ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ സ്റ്റോഴ്സ് പ്ലാനിങ്, സ്റ്റോഴ്സ് ലൈക്ക് മെഡിസിൻസ് ആകാം, മെഡിക്കൽ സപ്ലൈസ് എന്തെങ്കിലും ആകാം, ഇതൊക്കെ കൃത്യമായിട്ട് ആ പ്ലാനിങ്ങിൽ വേണം. എല്ലാ മെഡിസിൻസും മെഡിക്കൽ സപ്ലൈസും ഒക്കെ എന്തൊക്കെയാണ് ആവശ്യം വേണ്ടത് അതൊക്കെ അവരുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. ദെൻ പേഴ്സണൽ പ്ലാനിങ് ഉണ്ട്. മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ, അത് അവിടുത്തെ ജോലിക്കാരെ പ്ലാൻ ചെയ്യുക. ജോലിക്കാരെന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഓരോ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ പേഴ്സണൽസും റെഡി ആയിരിക്കണം. പേഴ്സണൽസ് മേ ബി മെഡിക്കൽ ഓർ നോൺ മെഡിക്കൽ പേഴ്സണൽസ്, അതായത് നമ്മളുടെ മെഡിക്കൽ കെയർ കൊടുക്കുന്നതിൽ നേരത്തെ ബന്ധമുള്ളവരും അല്ലാതെ നോൺ മെഡിക്കൽ ഉണ്ടാവില്ല. ഇപ്പൊ ക്ലീനിങ് ആയിക്കോട്ടെ, നമ്മളുടെ എന്താ പറയാ, ഇപ്പൊ ഡീകണ്ടാമിനേഷൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ലോണ്ടറി, ചിലപ്പോ അവിടത്തേക്ക് സ്റ്റാഫുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള അങ്ങനത്തെ സ്റ്റാഫുകളെ നമ്മൾ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ആ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട സ്റ്റാഫുകളുടെ പ്രത്യേകം പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫാണ്. അത് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്റ്റാഫാണ്. പാരാമെഡിക്കൽ സ്റ്റാഫ്, പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസിലുള്ള സ്റ്റാഫുകൾ, നഴ്സസ്, ദോസ് ഹു ആർ റെഡി ഫോർ സർവീസ്. ഇത്തരം സാഹചര്യങ്ങളിൽ കൺട്രോൾ റൂമിലൊക്കെ വന്ന് അല്ലെങ്കിൽ കമാൻഡ് സെന്ററിൽ വന്നിട്ട് നേരിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. നഴ്സസ് കൂടാതെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ സ്റ്റാഫിലെ മെമ്പേഴ്സ് എല്ലാവരും, ഇതെല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് ആ മെഡിക്കൽ സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? പേഴ്സണൽ മെഡിക്കലില് അത് നമുക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഈ പേഴ്സണൽ പ്ലാനിങ്ങിൽ വരുന്ന എല്ലാവരും ഓരോരുത്തരും ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മെഡിക്കൽ സ്റ്റാഫിലാണ് ഈ വരുന്നത് മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസ്, സ്റ്റാൻഡ് ബൈ സ്റ്റാഫ്, അതുപോലെ തന്നെ അതായത് റെഡി, എല്ലാം ഇവരെല്ലാവരും തന്നെ ആ ഒരു കൺട്രോൾ റൂമിൽ അതുപോലെ തന്നെ കമാൻഡ് സെന്ററിൽ എന്ത് ജോലി പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ ചെയ്യാൻ തയ്യാറായിരിക്കും. മനസ്സിലായോ? ഈ പേരുകളുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓരോരുത്തരുടെയും. സെക്കൻഡ് വൺ നഴ്സിംഗ് സ്റ്റാഫ് ആണ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് ടു ബി ലൈബിൾ ടു പ്രിപ്പയർ എ ലിസ്റ്റ്. അപ്പൊ അതായത് ആരൊക്കെയാണ്, ഏത് നഴ്സസിനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് അയക്കാൻ പറ്റുക, അത് തയ്യാറാക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് മീൻസ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അപ്പൊ ആള് തയ്യാറാക്കിക്കൊള്ളത് ഇന്ന നഴ്സസ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അത് ചെയ്യണം എന്നുള്ളത് അറ്റ് ഷോർട്ട് നോട്ടീസ് ആണ്. ഷോർട്ട് നോട്ടീസ്, അധിക സമയം നാളെ മറ്റന്നാൾ ചെയ്യേണ്ട കാര്യത്തിന് 2 ദിവസം മുമ്പ് പറഞ്ഞൊന്നും വെക്കാൻ പറ്റുന്നില്ല. കാരണം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണ്, അല്ലെ? അത് പ്രകൃതിയുടെ ഒരു പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വിളിച്ചു പറഞ്ഞ് സമ്മതമൊക്കെ ചോദിച്ചിട്ടൊന്നുമല്ല വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ടീസിൽ ഇപ്പൊ വിളിച്ചാൽ ഇപ്പൊ തന്നെ വരാൻ പറ്റുന്ന ആളുകൾ, അങ്ങനെയുള്ള നഴ്സസിന്റെ ഒരു ലിസ്റ്റ് ആര് തയ്യാറാക്കണം? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. അപ്പൊ അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, തയ്യാറാക്കി. ആൻഡ് ഓൾസോ അഡീഷണൽ നഴ്സിംഗ്, അതുപോലെ തന്നെ ഈ നോൺ ക്ലിനിക്കൽ ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എവിടെന്നൊക്കെയാണോ നഴ്സിംഗ് സ്റ്റാഫിന് ആവശ്യം അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. എന്തായാലും നഴ്സിംഗ് കെയർ കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നഴ്സിംഗ് സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്തോ? മെഡിക്കൽ സ്റ്റാഫിൽ ആരൊക്കെയാണ് ആ വിഭാഗത്തിൽ പെടുക നമ്മൾ പറഞ്ഞു. നഴ്സിംഗ് സ്റ്റാഫ്, അത് നമ്മൾ പറഞ്ഞു. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ നഴ്സിംഗിലുള്ള ആളുകൾ ഉണ്ടാകാം. ക്രിട്ടിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫ് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ അത് എത്ര എണ്ണം വേണം അതനുസരിച്ച് ഒരു ലിസ്റ്റ്. ഓക്കെ, അത് ഷോർട്ട് നോട്ടീസിൽ എത്തിച്ചേരണം. വിളിച്ചു ഇപ്പൊ തന്നെ, അയ്യോ 2 ദിവസം കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് വരാം എന്ന് പറയുന്ന രീതി ആകരുത്. അത്രയും എളുപ്പം വരുന്ന ആളുകളുടെ ലിസ്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ബിക്കോസ് അടുത്ത 45 മിനിറ്റ്സ് നമ്മൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഹാഫ് പാർട്ട്, ഒരു 45 മിനിറ്റ്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വേഗം വിതിൻ 3 മിനിറ്റ്സ് കേട്ടോ, 3 മിനിറ്റ്സിനുള്ളിൽ പെട്ടെന്ന് തന്നെ. ഓക്കെ, 3 മിനിറ്റ്. യെസ്.
യെസ്, കറക്റ്റ് 3 മിനിറ്റ് ആണ് പറഞ്ഞത്. നമ്മള് പോയ ആരെങ്കിലും പോയായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നോ? ഓക്കെ, എന്തായാലും പോയവര് എന്റെ സൗണ്ട് കേട്ട് വേഗം വന്നോളൂ. സോ നഴ്സിംഗ് സ്റ്റാഫ് ആരാന്ന് മനസ്സിലായല്ലോ. നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ നഴ്സിംഗ് സ്റ്റാഫും, അത് ഷോർട്ട് നോട്ടീസിൽ എത്താൻ പറ്റുന്ന എല്ലാ നഴ്സിംഗ് സ്റ്റാഫും ഷുഡ് ബി റെഡി ഫോർ ടേക്കിംഗ് ആക്ഷൻ. അതായത് പെട്ടെന്ന് ആ ആക്ഷൻസ് സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ളവര്, ആ ഷോർട്ട് നോട്ടീസിൽ എത്താൻ പറ്റുന്നവരുടെ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻസിലിയറി സ്റ്റാഫ് ആണ്, ഹെൽപ്പിംഗ് സ്റ്റാഫുകളാണ്. ആൻസിലിയറി മീൻസ് ഹെൽപ്പിംഗ്. ആ മെഡിക്കൽ സർവീസസിനെ നമ്മുടെ നമുക്കറിയാം, പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതിൽ നമ്മൾ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ലൈക്ക് റേഡിയോളജി, ലബോറട്ടറി, ഇതൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് സഹായിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഡോക്ടർ അടുത്ത് നമ്മൾ പോകുന്നു, അത് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ആണ്. ഓക്കെ, അവിടെ ഡോക്ടർ അടുത്ത് ചെല്ലുന്നു, ഡോക്ടർ നമ്മുടെ രോഗങ്ങളുടെ വിവരമൊക്കെ മനസ്സിലാക്കി പ്രിസ്ക്രിപ്ഷൻസ് തരുന്നു, സജഷൻസ് തരുന്നു, ഇൻസ്ട്രക്ഷൻസ് തരുന്നു, മരുന്ന് വാങ്ങിക്കാൻ പറയുന്നു. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ടു എന്താ പറയാ കൺഫേം ദ ഡിസീസ്, എന്ത് രോഗമാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് റേഡിയോളജി വിഭാഗം, ലബോറട്ടറി വിഭാഗത്തെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൻസിലറി സർവീസ് നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് സച്ച് റേഡിയോളജി, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, ഇത് ഇങ്ങനെയുള്ള എന്താ പറയാ മെഡിക്കൽ സർവീസ് ഒക്കെ നമുക്ക് ഇത്തരം സിറ്റുവേഷൻസിലും വളരെയധികം അത്യാവശ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽ സർവീസസ് ലൈക്ക് ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ, ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഈ പറയുന്ന സിറ്റുവേഷനിൽ, ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടതാണ്. അവരെ കൂടി നമുക്ക് വേണം. അതുകൊണ്ട് ഈ ആൻസിലറി സ്റ്റാഫ് ഫ്രം ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഷുഡ് ബി അവൈലബിൾ. അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങളിൽ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് ഒന്നും ഇവിടെ പണിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫുകളെ നമുക്ക് ഈ പറയുന്ന ഹെൽപ്പിങ്ങിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെയും ഈ ഒരു പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ക്ലിയർ ആയോ? ആൻസിലിയറി സ്റ്റാഫ് എവിടെ നിന്നൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്. പിന്നെ മറ്റ് ഹോസ്പിറ്റൽ സർവീസസ്, എന്താ പറയാ, ഇത് രോഗവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇതിന് ഹൗസ് കീപ്പിംഗ്, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ക്ലീൻനെസ്, നീറ്റ്നെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സാനിറ്റേഷൻ, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽസിൽ, അത് ആ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര്. സ്റ്റോഴ്സ്, സ്റ്റോർ കീപ്പേഴ്സ്, അങ്ങനെ എന്താ പറയാ പല വസ്തുക്കളും സ്റ്റോർ ചെയ്യുന്ന അവിടുത്തെ ജോലിക്കാര്, അവരെയും ആവശ്യമുണ്ടായിരിക്കും. ഫാർമസിയിൽ ഉള്ള സ്റ്റാഫുകൾ, അവിടുത്തെ പേഴ്സണൽസ്, അവരെയും. അതുപോലെ തന്നെ കിച്ചൺ, ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പേഴ്സണൽസും ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ ആളുകളുടെ സഹായമാണ് ശരിക്കും വേണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ വിഭാഗങ്ങളിലൊക്കെ ഉള്ള ജോലിക്കാരൊക്കെ നമുക്ക് ഹെൽപ്പിങ്ങിന് ആവശ്യമുണ്ട്. അവരെയാണ് നമ്മൾ ആൻസിലിയറി സ്റ്റാഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് വോളണ്ടിയേഴ്സ് ആണ്. വോളണ്ടിയേഴ്സ് ഡ്യൂറിംഗ് ഡിസാസ്റ്റേഴ്സ്, നമുക്കറിയാം ഡിസാസ്റ്റർ മാത്രമല്ല, വലിയ വലിയ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വോളണ്ടിയേഴ്സ് ഹാവ് സം ഇമ്പോർട്ടന്റ് റോൾ ടു പ്ലേ അല്ലെ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ, സന്നദ്ധരായിട്ടുള്ള എന്ത് കാര്യവും എന്താ പറയാ ചെയ്യാൻ തൽപരരായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അല്ലെ. വോളണ്ടിയേഴ്സ്, സ്വമേധയാ വരുന്നവരെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ്. ആ പേര് അതിൽ നിന്നുണ്ടായതാ. എന്നുവെച്ചാൽ ആ ഒരു കാര്യം, എന്ത് കാര്യവും വളരെ എന്താ പറയാ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയധികം എന്താ പറയാ കൈൻഡ് ഹാർട്ടഡോടെ അല്ലെ, നല്ല എന്താ പറയാ നല്ല ഹൃദയത്തോടെ ഏറ്റെടുക്കാൻ വരുന്നവരാണ് വോളണ്ടിയേഴ്സ്. സോ ദേ ഹാവ് സം ഇമ്പോർട്ടന്റ് റോൾ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വോളണ്ടിയേഴ്സ് പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് ഇതിനകത്തേക്ക് കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാം. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന വോളണ്ടിയേഴ്സിനെ ഒരു സീനിയർ സ്റ്റാഫിനെ വെച്ചിട്ടേ നമുക്ക് അവരെ ഒന്ന് സൂപ്പർവൈസും ചെയ്യാം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെയാണോ, പ്രവർത്തനങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യാനും ഒരാൾ ഉണ്ടെങ്കിൽ അത് നൽകാം. വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഹാവ് ടു ബി ഇൻ ദ പ്ലാൻ, അവരുടെ പ്ലാനിൽ ഉണ്ടായിരിക്കണം. The role in which volunteers will assume during the time of a disaster should be predetermined. അതൊക്കെ നേരത്തെ തീരുമാനിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി മാത്രമല്ല അവർക്ക് വേണ്ട പരിശീലനം വേണമെങ്കിലൊക്കെ കൊടുക്കണം. ഡിസാസ്റ്റർ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടത്. വോളണ്ടിയേഴ്സിനൊക്കെ ഇടയ്ക്ക് വിളിച്ചു കൂടിയിട്ട് അത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽസിൽ വൺസ് ഇൻ എ ഇയർ എങ്കിലും ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ച് ഇമാജിൻ ചെയ്ത് അതൊന്ന് റിഹേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പറഞ്ഞോ ഞാൻ അങ്ങനെ
ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എല്ലാ വർഷവും എന്തെങ്കിലും ദുരന്തം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദുരന്തത്തെ നേരിടാൻ നമ്മൾ എപ്പോഴും സന്നദ്ധരായിട്ടിരിക്കണം. അതിനു വേണ്ടിയുള്ള സന്നദ്ധത നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തിയററ്റിക്കലായിട്ട് വെറുതെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രാവശ്യമൊക്കെ മനസ്സിലേറെങ്കിലും അത് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കണം. മനസ്സിലായി? ഇപ്പൊ നമ്മള് ഒരു എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ റിഹേഴ്സൽസ് നടത്തും ഇല്ലേ? അതുപോലെ ഒരു റിഹേഴ്സൽ നടത്തണമെന്ന്. അത് ആക്ച്വലി ഉണ്ടാകുന്ന സമയത്ത് വരുമ്പോ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഹേഴ്സൽ നടത്തുന്നത്. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനും ചില റിഹേഴ്സൽസ് കൊടുക്കണം. കാരണം എന്നാലാണ് അവരത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. സീനിയർ സ്റ്റാഫ് ആരെങ്കിലും അത് റെഗുലർ ആയിട്ട് നമുക്കൊന്ന് സ്റ്റാഫിനെ ഈ വോളണ്ടിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക അത്തരം സാഹചര്യങ്ങളിൽ. ക്ലിയർ ആയോ? വോളണ്ടിയേഴ്സിന്റെ മനസ്സിലായോ? ഓക്കെ. ഇതിനകത്ത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നത് കൊണ്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ റിസർവ് സ്റ്റാഫ് ആണ്. റിസർവ് സ്റ്റാഫ് എന്ന് പറയുമ്പോ എന്താ പറയാ, ഫിസിഷ്യൻസ്, നഴ്സസ്, പിന്നെ എന്താ പറയാ, വേർഡ് അവിടെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാണുന്നത് സ്പെല്ലിംഗിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നഴ്സസ് ആൻഡ് I think it is retracted ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സ്പെല്ലിംഗില് ഒരു വേരിയേഷൻ ഉണ്ട്. റിട്രാക്റ്റഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് ആണ്. റീടാക്റ്റഡ് അല്ല, സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. ഞാൻ തെറ്റിത്തരാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ അതായത് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം മീനിങ് എന്താണെന്ന് പറയാം. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ആവശ്യമായിട്ടുള്ള ഫിസിഷ്യൻസ്, അതായത് എല്ലാ എന്താ പറയാ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ ഉള്ള ഡോക്ടർമാരല്ല, ജനറൽ ഡോക്ടേഴ്സ്, പ്രാക്ടീഷണേഴ്സിനെയാണ് നമ്മൾ ഫിസിഷ്യൻസ് എന്ന് വിളിക്കാം. ഏതെങ്കിലും പർട്ടിക്കുലർ രോഗത്തിന് വേണ്ടി മാത്രം ചികിത്സിക്കുന്നവരല്ല, കോമൺ ആയിട്ട് അതാണ് ഫിസിഷ്യൻസ്. അതുപോലെ ഡോക്ടേഴ്സ്, പിന്നെ നഴ്സസ്, പിന്നെ ഹോസ്പിറ്റലിലെ എന്താ പറയാ തിരിച്ചെടുത്ത മറ്റേ ഡോക്ടർ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് പിരിഞ്ഞു പോയിട്ട് പിന്നെ വന്നവര്, അത് അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റൊരു കരിയർ നോക്കി ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ മാറി വേറെ ഏതെങ്കിലും ജോലിക്ക് ഹെൽത്ത് കെയർ സർവീസസ് പുറത്തു പോയിരിക്കുന്ന, അതായത് നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്നു, അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോ വേറെ ഈ കരിയർ വേണ്ട വേറെ കരിയർ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പരിചയമുണ്ടല്ലോ, അവരെ ഇവിടുന്ന് പോയവരാണ്. അപ്പൊ അവർക്കും ഹോസ്പിറ്റൽസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ചിലപ്പോൾ അറിയാം. കാരണം അവർ ഒരുപാട് നാൾ ഇവിടെ ജോലി ചെയ്തവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവര്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ഇല്ലാത്ത ജോലി ചെയ്തവര്, അതിലുള്ളവര് എല്ലാവരെയും നമുക്ക് റിസർവ്ഡ് സ്റ്റാഫാക്കി മാറ്റി വെക്കണം. റിസർവ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ എന്താ, ഇതൊക്കെ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ തൽക്കാലം ചെയ്യുന്ന ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാഫുകളെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. പുറത്തുനിന്നുള്ള ഫിസിഷ്യൻസോ അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ളവരോ ഇവരൊക്കെ നമുക്ക് ഡിസാസ്റ്ററിന്റെ ആ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടവരാണ്. നഴ്സസ്, പിരിഞ്ഞു പോയിട്ട് പിന്നെ രണ്ടാമത് വന്നവര്, അതുപോലെ തന്നെ വേറെ കരിയർ തെരഞ്ഞെടുത്ത് പോയവര്, ഇപ്പൊ വർക്കിംഗ് ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരെ എല്ലാവരിൽ നിന്നും കുറച്ച് സ്റ്റാഫുകളെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. ടു ആക്ടിവേറ്റ് ഇൻ ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്ററിന്റെ ആ പ്ലാനിൽ നമുക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസർവ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? റിസർവ് സ്റ്റാഫ് എന്താന്ന് മനസ്സിലായോ? ആ സ്പെല്ലിങ്ങിലാണ് ഒരു കൺഫ്യൂഷൻ. അത് സ്പെല്ലിങ് ഐ തിങ്ക് ഇറ്റ് ഈസ് RETRACTED ആണ് കേട്ടോ. റിട്രാക്റ്റഡ്. പിരിച്ചുവിട്ടവരൊക്കെ തിരിച്ചെടുത്തിട്ട്, അതായത് ഇപ്പൊ ചിലപ്പോ പോയവരായിരിക്കും ഇവിടെ. അപ്പൊ ജോലി ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ളവര്, അപ്പൊ അവരിപ്പൊ ഇല്ല, ജോലി ഉപേക്ഷിച്ച് പോയവരാകാം, ചിലപ്പോ വേറെ ഏതെങ്കിലും കരിയർ തെരഞ്ഞെടുത്ത് പോയവരാകാം. അങ്ങനെയൊക്കെ ഉള്ളവര് അതാണ് ഉദ്ദേശിക്കുന്നത്. അവരെയൊക്കെ നമ്മൾ ഈ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഹോസ്പിറ്റൽസിൽ ആ ഇൻഫർമേഷൻ ഉണ്ടാവണം, എന്നാലേ അവര് നമുക്ക് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മറ്റു നമ്മുടെ ഹോസ്പിറ്റൽസിലെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഓൾറെഡി അവരുടെ ഡ്യൂട്ടിയിലായിരിക്കാം.
ചിലപ്പോ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വേറെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാവരെയും നമ്മുടെ ഹോസ്പിറ്റലിന് അകത്തുള്ള എല്ലാ ഡോക്ടേഴ്സിനും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയും ജീവന് വേണ്ടിയിട്ടാണല്ലോ അവരെയും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ളവരെയും ജീവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോ ഇവിടെ ഉള്ളവരെ ഓൾറെഡി അവിടെ ഉണ്ട്. അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നവര്, പിന്നെ പുറത്തുനിന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഫിസിഷ്യൻസ്, മറ്റ് ഇതുപോലുള്ള ആരോഗ്യ പ്രവർത്തകര്, ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ ജോലി ചെയ്തവരോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ എല്ലാവരെയും വേണമെങ്കിൽ റിട്രാക്റ്റഡ്. യെസ്, അങ്ങനെ തന്നെ സ്പെല്ലിംഗ്. അതാണ് സ്പെല്ലിംഗ് ഒന്ന് ഇതാക്കിയത്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് ശരിയാണോ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തിനായിരിക്കും? ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനാണ്. കാരണം ഈ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽസ് മേ റിക്വയർ മോർ മെഡിക്കൽ സപ്ലൈസ്. ചിലപ്പോൾ കൂടുതൽ മെഡിക്കൽ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒക്കെ ചിലപ്പോൾ കൂടുതൽ ആവശ്യം വേണ്ടിയിരിക്കും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കൊണ്ടുവരണം, അത് പെട്ടെന്ന് വാങ്ങിക്കണം. വാങ്ങിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഫിനാൻസ് തന്നെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിന് ഫിനാൻഷ്യൽ, ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഹോസ്പിറ്റലിന്റെ ഈ ഡിസാസ്റ്റർ പ്ലാനിങ്ങിനകത്ത് ഉണ്ടായി. ഇതാണ് മൊത്തം പ്ലാനിങ്. അപ്പൊ ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ വരുന്നത് പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോഴ്സ് പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്. 5 പ്ലാനിങ് ആണുള്ളത് കേട്ടോ. ഈ 5 പ്ലാനിങ്ങിനകത്ത് പേഴ്സണൽ പ്ലാനിങ്ങിൽ ആ പേഴ്സണൽസ്, ആ ജോലിക്കാരെ എടുത്തു പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും അത് എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കണം പേഴ്സണൽസ് ഇതൊക്കെയാണ്: മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ആക്സിലറി സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, റിസർവ് സ്റ്റാഫ്. ക്ലിയർ ആയോ? അപ്പൊ ഇല്ലേ നമ്മള് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും ആക്സിലറിയും അതുപോലെ എന്താ പറയാ വോളണ്ടിയേഴ്സും ഒക്കെ. അതുകൂടാതെ നമ്മൾ ലോജിസ്റ്റിക് പ്ലാനുകളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക: പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോഴ്സ് പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്. 5 ഹെഡ് മാത്രം. ഓക്കെ. ചെയ്തോ? യെസ്. അടുത്തത് ഡിസാസ്റ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പറയാ, ഡിസാസ്റ്ററിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 ഫേസുകളാണ്. ഏതൊക്കെയാ ഫേസ്? PHAC ഫേസ് ആണ് കേട്ടോ. ഡിസാസ്റ്ററിന്റെ 3 തലങ്ങൾ ഏതൊക്കെയായിരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസ്, അതിനകത്ത് വന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പ്ലാനിങ് ആണ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുന്നത് പ്ലാനിങ് ആണ്. നേരത്തെ കൂട്ടി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം, ഡിസൈഡ് ചെയ്ത് വെക്കണം. അടുത്ത 2ാമത്തെ ഫേസ് ആണ് ഡിസാസ്റ്റർ ഫേസ്. എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയം. ലാസ്റ്റ് 3ാമത്തേതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അത് വരാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഫേസിലേക്കാണ് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്നും പറയാം. അലേർട്ട് എന്നാണ് അവിടെ സ്പെല്ലിംഗ് നിങ്ങളുടെ ശരിയാണോ? ആൾട്ടർ എന്നാ കിടക്കുന്നത്, ആൾട്ടർ അല്ല. അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. നമ്മൾ ജാഗ്രതയും അതുപോലെ തന്നെ നീക്കങ്ങളും ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്താ, ഈ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ പല ആളുകളും പാനിക് ആകും, പെട്ടെന്ന് വിഭ്രാന്തിയിലാകും. എന്താ ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേ എന്നുള്ള ഒരു പേടിയും ഭയവും കാരണം ചിലപ്പോൾ നമ്മൾക്ക് പല ആളുകളുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ തന്നെ സാധിച്ചു വരില്ല. അപ്പൊ നമ്മൾ എന്താ, പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. അല്ലെ? കേട്ടിട്ടില്ലേ നമ്മളോട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളുടെ കൊറോണ വന്നപ്പോഴും പറഞ്ഞു ഭീതിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. പേടിച്ചിട്ട് കാര്യമില്ല, നമ്മള് ജാഗ്രതയോടെ ഇരിക്കുക. വരാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ജാഗ്രതയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ. അപ്പൊ അലേർട്ട് ആണ്. അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്നാണ് കേട്ടോ. നിങ്ങൾ തിരുത്തിയോ? നിങ്ങളുടെ അങ്ങനെയാണോ? അല്ലെങ്കിൽ അലേർട്ട് എന്നാണോ ആൾട്ടർ എന്നാണോ? ആൾട്ടർ ആവില്ല, അത് അലേർട്ട് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് തിരുത്തിയേക്ക്. ചേഞ്ച് ചെയ്തോ സ്പെല്ലിങ്? അപ്പൊ റിട്രാക്റ്റഡ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് നമ്മൾ തിരുത്തി, അലേർട്ട് എന്ന് പറയുന്ന സ്പെല്ലിംഗ് നമ്മൾ തിരുത്തുക കേട്ടാ.
അത് തിരുത്തണം അലേർട്ട് എന്നാണ് കേട്ടോ. അലേർട്ട് ആണ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ ജാഗ്രത. അപ്പൊ പ്ലാൻസ് ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. അപ്പൊ ജാഗ്രത കൊടുക്കേണ്ടതാണ് നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റിക്ക് ഉള്ള ജാഗ്രത. കാരണം ഡിസാസ്റ്റർ ഫേസ് ആണത്. അതായത് ഡിസാസ്റ്റർ ഉണ്ടായി എന്നുള്ളത് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെയൊക്കെ അറിയിക്കണം. അതിന് ഡിസാസ്റ്റർ കമ്മിറ്റിയാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് സ്റ്റാഫ്, മറ്റ് ഫെസിലിറ്റീസ് ലൈക്ക് ഫോൺ, പേജിങ്, നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതൊക്കെ ആക്റ്റീവ് ആകും. ഈ ഫേസിൽ നമ്മൾ ഇതൊക്കെ ആക്റ്റീവ് ആക്കുകയാണ്. ഡിസാസ്റ്റർ ഉണ്ടായി ഒക്കെ ചെയ്തു. മറ്റേത് നേരത്തെ നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ കാര്യവും സൗകര്യമൊക്കെ ഉണ്ടാക്കി ഓൾറെഡി എല്ലാ രീതിയിലും എക്യുപ്ഡ് ആണ് എല്ലാ ഹോസ്പിറ്റൽസും. So when a disaster occurs, that means in the disaster phase, these plans have to be activated. നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലാൻ ഒക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അലേർട്ട് ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഡിസാസ്റ്റർ കമ്മിറ്റി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾക്കൊക്കെ അതിന്റെ എന്താ പറയാ അലേർട്ട് കൊടുക്കുക. അത് ഫോണിലൂടെയോ പേജിംഗ് സിസ്റ്റത്തിലൂടെയോ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിസോഴ്സസ് ഉപയോഗിച്ച് എവിടേക്കൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് ആക്കേണ്ടത്, ഏത് ഏരിയാസിലൊക്കെ എല്ലാവരും ആക്റ്റീവ് ആകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസ് അല്ലെങ്കിൽ അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഫേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ആൻഡ് അടുത്തത് ഇൻസിഡന്റ് കമാൻഡർ അല്ലെങ്കിൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഹോസ്പിറ്റൽസിൽ ഓൾറെഡി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു പ്ലാനിങ്ങിനകത്ത് പറഞ്ഞതാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഇൻസിഡന്റ് കമാൻഡർ. ആളാണ് കമാൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് he or she have the freedom to command. അവരാണ് ഫ്രീ ആയിട്ട് കമാൻഡ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, സോ യു ഹാവ് ടു റെസ്പോണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? വേഗം തന്നെ അതിന് പ്രതികരിക്കണം എന്നുള്ളത്. അപ്പൊ ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഹോസ്പിറ്റൽസിലും ഈ ഒരു കമാൻഡ് പുറപ്പെടുവിക്കാൻ, അത്രയും ഫ്രീ ആയിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കെൽപ്പുള്ള അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ആളെ നിയമിച്ചിരിക്കണം. അതുപോലെ അത് ചിലപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ് അവരൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണോ അത് കൃത്യമായിട്ട് അവർക്ക് അതിനുള്ള ഒരു എന്താ പറയാ സൗകര്യം അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കണം. കാരണം അവരാണ് ഇൻസിഡന്റ് കമാൻഡർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമാൻഡ് പുറപ്പെടുവിക്കുന്നത്. ഓവറോൾ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപനം നടത്തുന്നത് ഈ പറയുന്ന ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട്. മനസ്സിലായോ? അപ്പൊ അധികാരം ആൾക്കാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങളിലേക്ക് എല്ലാവരും നീങ്ങിക്കോ എന്നുള്ള ഒരു ഉത്തരവ് ആള് പുറപ്പെടുവിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളെ നേരത്തെ കുട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിയമിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അത് രണ്ടും ഒന്ന് ചെയ്യണം കേട്ടോ. ഇൻസിഡന്റ് കമാൻഡറും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ആക്ടിവേഷനും. അണ്ടർലൈൻ ചെയ്തോ? ഒന്ന് വായിച്ചു നോക്കിയത് അണ്ടർലൈൻ ചെയ്തിട്ട്. അയച്ചില്ലേ? അടുത്തത് ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫ് എന്താണ്? ആളുടെ ഒരു പർപ്പസ്. കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. അതായത് ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അതായത് കമാൻഡ് ചെയ്യാൻ ഉള്ള ഒരു സ്റ്റാഫാണ്. ടു പ്രൊവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം വിത്ത് ഇനഫ് മാൻ പവർ ടു മീറ്റ് all his or her responsibilities in conducting the disaster relief operation. അതായത് ദുരന്ത നിവാരണം അല്ലെ, അതിന്റെ പ്രവർത്തനങ്ങളില് തന്റേതായ എല്ലാ റെസ്പോൺസിബിലിറ്റീസും
അതിപ്പോ ഹി ഓർ ഷീ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയുള്ള മാൻ പവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചുള്ള അധികാരം അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാഫ് ചെയ്യേണ്ടത്. മനസ്സിലായി? ഇന്ന ആൾക്കാർ ഇന്ന ജോലികളൊക്കെ അവർക്ക് ചെയ്യാനുള്ള അധികാരം കൊണ്ട് കൊടുക്കുകയാണ്. ഉത്തരവാദിത്തത്തോടെ അവരെല്ലാവരും അവരവരുടെ രീതിയിൽ അത് ചെയ്യട്ടെ. കാരണം ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് നടക്കണം. അപ്പൊ അതിന് ആ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജോലികൾ, ജോബ് കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കൊടുത്തേക്കണം. അത് ആക്ട് ചെയ്യാൻ അത് കൊടുത്തു കഴിഞ്ഞു, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ചെയ്തോ എന്നുള്ള ഒരു ഉത്തരവാദിത്തം അങ്ങോട്ട് ഏൽപ്പിക്കുക. അതാണ് ഇൻസിഡന്റ് സ്റ്റാഫ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഓരോ പൊസിഷൻസ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ടു ഓപ്റ്റ് ഫോർ മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ. ഇപ്പോഴത്തെ സാധാരണഗതിയിലുള്ള ഒരു ഡിസാസ്റ്റർ ഒക്കെ ആണെങ്കിലല്ലേ ഏകദേശം ഒരു 7 പൊസിഷൻസ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾക്ക് മാൻ പവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ആ 7 പൊസിഷൻസ് ആണ് ഒന്ന് പ്ലാനിങ്, ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് ചെയ്യാൻ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ പബ്ലിക് റിലേഷൻസ്, അതായത് ഇൻഫർമേഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഹോസ്പിറ്റൽസിന്റെ സുരക്ഷിതത്വം, സേഫ്റ്റി അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ മറ്റ് ലൈസൻസ് റിലേഷൻസ് മറ്റുള്ളവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ്. അപ്പൊ ഇങ്ങനെ ഈ 7 പൊസിഷൻസ് ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ആണെങ്കിൽ ഈ പറയുന്ന സ്റ്റാഫുകളൊക്കെ ഈ പറയുന്ന ഓരോ പൊസിഷൻസിലും നമ്മൾ നിയോഗിക്കണം. അതൊക്കെ ഇൻസിഡന്റ് സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 7 positions most opt for the medium sized disaster are planning, logistics, operations, finance, public relations, safety and security, and license. Clear ആയോ? അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല ഇവിടെ. ഓക്കെ, പിന്നെ ആക്ച്വലി ഈ ഒരു ഫേസിലാണ് ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫേസിലാണ് ഡിസാസ്റ്റർ, ദുരന്തം പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലെ. അന്നേരം what are the activities to be done in hospitals? ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ്? ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ എ ഡോക്ടർ മേജർ, അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ, അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്സ് ദ disaster plan. Police and fire departments are informed. അതായത് അധികാരപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരികൾ എന്ന് പറയുന്നത് ഡോക്ടർ മേജർ ഡോക്ടർ, സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. ഇവരാണ് ആ ഡിസാസ്റ്റർ പ്ലാനുകൾ എന്താ പറയാ ഫയർ ഡിപ്പാർട്ട്മെന്റ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ ഏറ്റവും പെട്ടെന്ന് അറിയിക്കേണ്ടത്. മനസ്സിലായോ? ഏറ്റവും പെട്ടെന്ന് ഇവരിൽ ആരെങ്കിലും ഒരാള്, അല്ലാതെ തോന്നിയ ആളുകളൊന്നും വിളിച്ച് ഇൻഫോം ചെയ്യാനൊന്നും പറ്റില്ല. ഈ പറയുന്ന പൊസിഷൻസിലുള്ള ആളുകളാണ് എത്രയും പെട്ടെന്ന് പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റ്സിനെയും എന്ത് ചെയ്യേണ്ടത്, ഫയർഫോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അവരെയൊക്കെ എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടത്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കാര്യം. ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലായോ? ഓക്കെ, അടുത്തത് പിന്നെന്താണ്? അടുത്തത് എന്താ? ടെലഫോൺ ഓപ്പറേറ്റർ. ഈ ടെലഫോൺ ഓപ്പറേറ്റർ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽസില്, അവരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മേജർ എന്ന് 3 times every 30 seconds for period of 3 minutes. ഒരു 3 മിനിറ്റോളം ഓരോ 30 സെക്കൻഡ് ഇടവേളകളിലും 3 പ്രാവശ്യം വെച്ച് ഡോക്ടർ മേജർ എന്ന് ടെലഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്തു. മനസ്സിലായോ? ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് ഇങ്ങനെ അക്കർ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ഓരോ 30 സെക്കൻഡ് ഇടവേളകളിലും. അങ്ങനെ 3 മിനിറ്റ് വരെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഫിസിഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് ഹു ആർ ഓഫ് ഡ്യൂട്ടി ആർ റീകോൾഡ്. ഇനി ചിലപ്പോഴൊക്കെ ഇപ്പൊ നമുക്കറിയാലോ, എന്താ പറയാ, നഴ്സസ് ഒക്കെ ഒരാഴ്ചയില് എന്താ പറയാ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് ഓഫാണ് അല്ലെ, അങ്ങനെയല്ലേ? നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക്
ഒരു ഓഫ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഡേ ഡ്യൂട്ടിയിലേക്ക് അങ്ങനെയൊക്കെയാണ് കയറുന്നത് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയൊക്കെയല്ലേ? അപ്പൊ അതുപോലെ ഏത് വിഭാഗത്തിലാണെങ്കിലും ഇപ്പൊ ഡേ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ് എടുത്തൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസം ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ ചില സ്റ്റാഫുകളൊക്കെ വീടുകളിൽ ഓഫ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഈ ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്നെങ്കിൽ അങ്ങനെ ഓഫ് ഡ്യൂട്ടി എടുത്തിരിക്കുന്ന ആ നഴ്സുകളെയും സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യണം? പെട്ടെന്ന് റീകോൾ ചെയ്യണം, വേഗം വരാൻ പറയണം അവരോടൊക്കെ. കാരണം ഈ സാഹചര്യത്തില് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. കൂടാതെ ഓൾറെഡി ഹോസ്പിറ്റൽസിലും അഡ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന അതുപോലെ തന്നെ OP-യിൽ വരുന്ന പേഷ്യൻസിന് അവരെയും നമുക്ക് ഡീൽ ചെയ്യണം. അപ്പൊ ആരെയും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ അവരെല്ലാവരും ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയുള്ള സ്റ്റാഫുകൾ സഫീഷ്യന്റ് ആവില്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഏത് ഡോക്ടർമാരാണെങ്കിലും ഓഫ് എടുത്ത് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളായിക്കോട്ടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ റീകോൾ ചെയ്യണം. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ പറയുന്ന രീതി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ബാധകമാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഡോക്ടേഴ്സോ നഴ്സസോ ഒക്കെ വീടുകളിൽ ഓഫ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പെട്ടെന്ന് വിളിച്ചു വരുത്തണം എന്നുള്ളതാണ്. അതാണ് ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ വരേണ്ട അടുത്ത കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ ഫിസിഷ്യൻസ്, അതുപോലെ തന്നെ ഡോക്ടർ മേജർ, നമ്മളുടെ എന്താ പറയാ നഴ്സിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ്, ഇവരെല്ലാവരും പെട്ടെന്ന് ഇവരിൽ ആരെങ്കിലും ഒരാള് പെട്ടെന്ന് പോലീസിനെയോ ഫയർഫോഴ്സിനെയോ പെട്ടെന്ന് ഇവരെ വന്നിരിക്കണം. ടെലിഫോൺ ഓപ്പറേറ്റർ ഓരോ 3 മിനിറ്റിലും എന്ത് ചെയ്യണം? 3 മിനിറ്റിനുള്ളിൽ ഓരോ 30 സെക്കൻഡിലും 3 പ്രാവശ്യം വെച്ച് ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് ഫിസിഷ്യൻസും സ്റ്റാഫ്സും ദോസ് ഹു ആർ ടേക്കിംഗ് ഓഫ് ഡ്യൂട്ടി എടുത്തിരിക്കുന്ന എല്ലാവരെയും റീകോൾ ചെയ്യണം. അടുത്തത് റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഫോർ മാനിങ് important areas to medical staff and house officers to by a designated staff. ഒരു എന്താ പറയാ അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാഫ് ഓരോ സ്റ്റാഫിനും അതിൻ്റെതായ ഏരിയാസ് എവിടെയൊക്കെയാണ് പോകട്ടെ എന്നുള്ളത് റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കുന്നത്. ഇന്നാൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി റിട്ടൺ ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ എഴുതി പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കണം. മനസ്സിലായി? മാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആളുകളെ അറിയിക്കുക, നേരിട്ട് കൊണ്ടുപോയി അവർക്ക് എഴുതി തയ്യാറാക്കിയ രീതിയിൽ ദൈനംദിന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് ആ ഇൻസ്ട്രക്ഷൻസ്, ആ വിശദീകരണങ്ങൾ അങ്ങനെ എഴുതി നിർദ്ദേശങ്ങളൊക്കെ എഴുതി അവർക്ക് കൊണ്ടുകൊടുക്കുക. അതിന് ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എന്നെയാണ് അത് ചുമതലപ്പെടുത്തിയിരിക്കണമെങ്കിൽ ആ ചുമതല ഞാൻ അത് ചെയ്യണം പെട്ടെന്ന് തന്നെ. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാഫ് അത് പെട്ടെന്ന് എഴുതി തയ്യാറാക്കി അവിടെ എത്തിക്കുക, ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെ. Then special instructions are given to a disaster chief or chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office, rare departments, blood bank, CSSD. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസാസ്റ്റർ ചീഫിന്, പിന്നെ എമർജൻസി റൂമിന് അതായത് നമ്മുടെ കാഷ്വാലിറ്റിയുടെ ചീഫിന്, ട്രയേജ് ഏരിയയിലുള്ളവർക്ക്, എമർജൻസി വെയിറ്റിംഗ് റൂമിന്, സ്റ്റാഫ് ഹോൾഡിംഗ് റൂമിന്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇച്ചിരി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളുടെ റൂം വേറെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള റൂമുകളിലേക്ക്, റിലേറ്റീവ്സിന്റെ വെയിറ്റിംഗ് റൂമിലേക്ക്, അഡ്മിറ്റിംഗ് ഓഫീസ് റൂമിലേക്ക്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും, അതുപോലെ ബ്ലഡ് ബാങ്ക്, CSSD വിഭാഗങ്ങളിലേക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ എഴുതി തയ്യാറാക്കി തന്നെ കൊടുക്കുക. ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അത്തരം ഇൻസ്ട്രക്ഷൻസും പെട്ടെന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ ഓരോ ഏരിയാസിലും ഓരോ ചീഫ്സിനെ, ഓരോ കീ പേഴ്സണൽസ് അതായത് ചീഫുകളെ, ഓരോ മുഖ്യന്മാരെ അവരുടെ ജോലി കൊടുത്ത് ഏൽപ്പിക്കുക. ഇന്ന ഏരിയയില് നീ കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഏരിയയിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ചീഫ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ. ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള ട്രാഫിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ട്രയേജ് ഒക്കെ നടത്തുമ്പോൾ അവിടെയൊക്കെ ആളുകളെ എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അതിനു വേണ്ടിയിട്ടും ആംബുലൻസിനെയൊക്കെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് സിസ്റ്റം അപ്പൊ തന്നെ പെട്ടെന്ന് വിളിച്ച് അത് എന്താ പറയാ സെറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? കാരണം വരുന്ന ആളുകളെയും ഒന്നും പോകുന്ന ആളുകളെയും നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ ആംബുലൻസിന്റെ വഴി മാർഗ തടസ്സങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സിസ്റ്റം. പിന്നെ കുറച്ച് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്, ട്രയേജിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ട്രയേജ് മീൻസ് സോർട്ടിംഗ് ആണ്. ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ എല്ലാവരും ഒരു മിക്കതും ഒക്കെ അത്യാഹിത വിഭാഗത്തിലുള്ളവരായിരിക്കും. അപ്പൊ ഈ കൊണ്ടുവരുന്നവരൊക്കെ അങ്ങനെ പൈലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ, കുന്നുകൂടുക.
ഒരാളെ വന്നു, അവര് വേഗം തന്നെ അവർക്ക് വേണ്ട ഫസ്റ്റ് പ്രാഥമിക പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതെന്ന് വെച്ചാൽ മാറ്റുന്നു. അത് പെട്ടെന്ന് ചെയ്യണം. അതല്ലാതെ അടുത്ത ആളെയും കൊണ്ടുവരുന്നു, പിന്നത്തെ ആളെ കൂടി ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ്, ഇവിടെ കുന്നുകൂടി ഇരിക്കും. അങ്ങനെ പാടില്ല. അപ്പം ഈ പറയുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന കാഷ്വാലിറ്റീസിനെ പൈലപ്പ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് പൈലപ്പ് ചെയ്യാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് കെയർ കൊടുത്ത് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അവരെ സ്മൂത്ത് ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുകൊടുക്കണം. മനസ്സിലായോ? ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റ് കഴിയും പെട്ടെന്ന് OP-യിലേക്കാണ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. OP അല്ല, OT-യിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ OT-യിലേക്കുള്ള മാർഗമൊന്നും നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. വേഗം OT-ക്ക് കൊണ്ടുപോകണം, എന്നാലേ അടുത്ത ആളെ നോക്കാൻ പറ്റുള്ളൂ. സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി, പെട്ടെന്ന് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം ചികിത്സിക്കേണ്ടത് ആരാണ്, അവരെ ആദ്യം കയറ്റി വിടണം അത്യാഹിതത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണ്. അങ്ങനെ സോർട്ടിങ് പെട്ടെന്ന് നടക്കണം. ടാഗ് ഡം അപ്രോപ്രിയേറ്റ്ലി. സോർട്ട് ചെയ്യുന്ന പേഷ്യൻസിന് ടാഗ് കൊടുക്കണം. എന്തെങ്കിലും ഒരു ചിലപ്പോ കയ്യിലൊക്കെ എന്തെങ്കിലും ടാഗ് പോലെ ഇങ്ങനെ കിട്ടിയതാണ്, അത് റെഡ്, ബ്ലൂ, ഗ്രീൻ ഒക്കെ ഇട്ട്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർക്ക് ഒരു ടാഗ് കൊടുക്കുന്നു, റെഡ് ആയിരിക്കും. അപ്പൊ ആ റെഡ് ടാഗ് അവരുടെ കയ്യിൽ കെട്ടിയിട്ടാൽ അവർക്ക് അറിയാൻ പറ്റും ദീസ് പേഷ്യൻസ് ഹാവ് ബി ഗിവൺ പ്രിഫറൻസ് ബൈ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് റെഡ് ടാഗ് ഉള്ള പേഷ്യൻസിനാണ്. കാറ്റഗറൈസ് ചെയ്ത് ടാഗുകൾ പറ്റുമെങ്കിൽ ടാഗ് കൊടുക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ആരെയാണ് ആദ്യം നോക്കേണ്ടത്. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അതിനുശേഷം അവരെ വേണ്ട സ്ഥലങ്ങളിലേക്ക്, എവിടേക്കാണോ ഏത് ഏരിയയിലേക്കാണോ അവർ വിടുന്നത്, ആ കൃത്യമായ റൂട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ഒരു ട്രയേജിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ആ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ABCD 4 പോയിന്റ് ആണ്. Okay, when disaster occurs, അല്ലെങ്കിൽ ഒരു when disaster strikes activities in hospital ആണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടും അത് മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടതായതുകൊണ്ടുമാണ് അങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തു അത് ഒരു ഇറ്റാലിക്സിൽ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്നത് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മൊത്തം നോക്കിയാൽ നിങ്ങള് ഇറ്റാലിക്സിൽ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കാം, കുറച്ചുകൂടി വലിപ്പമൊക്കെ കൂട്ടി എഴുതിയിരിക്കാം. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാം. അത്രയും ഭാഗം വേഗം. സിമ്പിൾ ആണ്, വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ക്ലിയർ ആകുന്നതാണ്. വായിച്ചോ? കഴിഞ്ഞില്ലേ? ഷോർട്ടാക്കി പറയണോ? പറയാം. When disaster strikes, ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഹോസ്പിറ്റൽ ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽ, അധികാരികൾ എന്ന് വെച്ചാൽ അധികാരപ്പെടുത്തിയിരിക്കുന്ന ചില ആളുകള് എന്ന് പറയുമ്പോ അതാരൊക്കെ എന്ന് പറയുന്നത് ഡോക്ടർ, മേജർ, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ, ഇവരില് ആരെങ്കിലും ഏതെങ്കിലും ആളുകളായാലും മതി. അതാണ് ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓറാണ് കേട്ടോ. ഇവര് ആരെങ്കിലും പെട്ടെന്ന് തന്നെ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യണം. അത് ടെലിഫോൺ ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 3 പ്രാവശ്യം 3 times in 30 seconds
30 സെക്കൻഡ്സ് ഇടവേളകളിൽ 3 പ്രാവശ്യം വീതം ഡോക്ടർ മേജർ എന്ന് റിപ്പീറ്റ് ചെയ്ത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് 3 മിനിറ്റോളം, ആദ്യത്തെ 3 മിനിറ്റ് ഉണ്ടോ ഡിസാസ്റ്ററെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയ 3 മിനിറ്റിനുള്ളിൽ 30 സെക്കൻഡുകൾ ഇടവേളകളിൽ 3 ടൈംസ് വീതം പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫിസിഷ്യൻസ്, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ആരൊക്കെയാണ് ഓഫ് ഡ്യൂട്ടിയിൽ പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡ്യൂട്ടി ഇല്ലാതെ വീടുകളിൽ ഓഫായിട്ട് ആയിട്ടിരിക്കുന്ന പറഞ്ഞാൽ എന്താണ്, അവർക്ക് അന്ന് ഡ്യൂട്ടി ഇല്ല, അവരുടെ ഓഫ് ഡേ ആണ്. അപ്പൊ ഓഫ് ഡേയിൽ ഡ്യൂട്ടി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും. അടുത്തത് ഈ റിട്ടൺ ഇൻസ്ട്രക്ഷൻസ്, പല ഏരിയാസിലും ആരൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്നുള്ളത് അത് കൃത്യമായിട്ട് റിട്ടൺ ഏരിയാസ്, ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ, അധികാരപ്പെട്ടിരിക്കുന്ന സ്റ്റാഫ്. ഇപ്പൊ ഞാനാണെന്ന് എനിക്ക് ആണ് അധികാരത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് നീ ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിൽ പോയി നിൽക്കണം, ഇന്ന ഏരിയയിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യേണ്ട അവരധികാരം കൊടുത്തിരിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അവരത് എഴുതി തന്നെ തയ്യാറാക്കി മാനുവലി എഴുതി കൊടുത്ത് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ചില സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പല വിഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ എമർജൻസി റൂമിലേക്ക്, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് ഏരിയ, അങ്ങനെ കുറെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഏരിയാസ്, അങ്ങനെ എവിടേക്കൊക്കെയാണോ അവിടെയൊക്കെ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് അവിടെയും കൊടുക്കാം. ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അലേർട്ടിന്റെ ഭാഗമാണ്, ജാഗ്രത പാലിക്കാനാണ്. അപ്പൊ അവിടെയുള്ളവരെയൊക്കെ, അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ വേണ്ടവരെയൊക്കെ വിളിച്ചാൽ അപ്പൊ തന്നെ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രധാന എല്ലാ ഏരിയാസിലും ഒരു പ്രധാനി, ഒരു മുഖ്യ ചീഫ്, അവിടെ ഇന്ന ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യും. ഇപ്പൊ ട്രയേജിന്റെ സ്ഥലത്ത് കുറച്ച് ആളുകളെ, കുറച്ച് പേഴ്സണൽസിനെ, ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരാളെ ചീഫായിട്ട് നീയാണ് ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കണ്ടേ. അങ്ങനെ ഓരോ ഏരിയാസിലും ഓരോ ചീഫ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായി. പിന്നെ സെക്യൂരിറ്റി ആൻഡ് പേഴ്സണൽ ഹോസ്പിറ്റൽസിന്റെ ട്രയേജിന്റെ സ്ഥലത്തും ട്രാഫിക്കും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രയേജിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞത്, നമ്മള് ഡു നോട്ട് അലൗ ടു പൈൽ അപ്പ് ദ കാഷ്വാലിറ്റീസ് പൈൽ അപ്പ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളത്. പിന്നെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് റാപ്പിഡ് ആയിട്ട് കുറച്ച് പെട്ടെന്ന് ചെയ്യണം. ടാഗ് ചെയ്യണം, ഇഫ് അപ്രോപ്രിയേറ്റ്ലി കറക്റ്റ് ആയിട്ട് അവർക്ക് ടാഗ് ഉണ്ടെങ്കിൽ ടാഗ് കൊടുക്കുക. അതിനുശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ റൂട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ടീന എന്നായിരുന്നു പേര്, ഞാൻ ക്ലിയർ ആയി. അതെ, ടീനയാണ് ചോദിച്ചത്. ആൻഡ് നിമിഷ ക്ലിയർ ആയി. യെസ്. ഇനി ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ്. ഇനി ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ ഏരിയാസിൽ ആയിരിക്കും? അപ്പൊ ട്രീറ്റ്മെന്റ് ഏരിയാസ് പർട്ടിക്കുലർലി പറയുന്നത്, ഒന്ന് എമർജൻസി റൂം, എമർജൻസി ഹൈപ്പർ അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ ലൈഫ് ത്രെട്ടനിങ്, ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ ബ്ലഡ് ഫീലിംഗ്, അതൊക്കെ അധികം ക്രിട്ടിക്കൽ സ്റ്റേജസിലൊക്കെ കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂം, എമർജൻസി റൂം. ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസിൽ കൊണ്ടുവരുന്നവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട റൂം, അതാണ് എമർജൻസി റൂം. നെക്സ്റ്റ് സർജറിക്ക് എന്താ പറയാ, അതുപോലെ തന്നെ സർജറി ഒക്കെ നടത്തണമെങ്കിൽ ഇപ്പൊ ഈ കൊണ്ടുവരുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ സീരിയസ് ആയിട്ടുള്ള ചില ഇഞ്ചുറീസോ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പൊ ചെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ട്രോമ അല്ലെ, ഈ വയറിന്റെ അടിഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങള്, പിന്നെ ഓപ്പൺ ഫ്രാക്ചേഴ്സ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സർജറി വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏരിയ വേണം. പിന്നെ ഡെലിവറി സ്യൂട്ട്, ചിലപ്പോ ഈ ഇത്തരം ഡിസാസ്റ്ററുകളിൽ ഒക്കർ ചെയ്ത അതിന് വിക്ടിംസ് ഇരയായുള്ളവര് ആരുണ്ടാകുമോ ഇതിനകത്ത്, ചിലപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവര്, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, അങ്ങനെയുള്ള, പിന്നെ ഈ പ്രഗ്നൻസിയുടെ ഇടയിൽ ഇതുകൂടി കണ്ടുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ, അങ്ങനെയുള്ള സ്ത്രീകളുണ്ടാകും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറി സ്യൂട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ. എമർജൻസി റൂം, സർജറിക്ക് വേണ്ടിയിട്ടുള്ള റൂം, ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള റൂം. Then ICU, മെഡിക്കൽ എമർജൻസീസ് തന്നെയാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് പോലെയൊക്കെ തന്നെ മെഡിക്കൽ എമർജൻസീസിന് വേണ്ടിയിട്ട് ഒരു ICU. പിന്നെ ഒരു OPD ഡിപ്പാർട്ട്മെന്റ് അൺസാൽവേജബിൾ കേസസ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അൺറിക്കവറബിൾ, ഒക്കെ തിരിച്ച് ചിലപ്പോ ഒക്കെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ട് നന്നായിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ, അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയാസ്. പിന്നെ റേഡിയോളജി വിഭാഗം, ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപെഡിക്സ് ആൻഡ് ഇതിപ്പോ ചിലപ്പോ എല്ലിനൊക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിട്ട്
ചിലപ്പോ എന്താ പറയാ ഫ്രാക്ചേഴ്സ് ഒക്കെ വലുതാണെങ്കിലൊക്കെ അവിടുന്ന് അത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൊണ്ടുവരുമല്ലോ. അതുപോലെ തന്നെ റേഡിയേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിഭാഗം, അതിനൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോളജി വിഭാഗവും കൃത്യമായിട്ട് വേണ്ടി വരും. എമർജൻസി റൂം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മൈനർ, ഇത് നേരത്തെ പറഞ്ഞത് മേജർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എമർജൻസി മൈനർ ഇഞ്ചുറീസിനും അതുപോലെ തന്നെ ആംബുലേറ്ററി പേഷ്യൻസ്, നടന്നൊക്കെ പോകാൻ പറ്റുന്ന പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു എമർജൻസി റൂം വേണം. പിന്നെ സൈക്യാട്രി, ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്, ചിലപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഒരു പ്രത്യേക ഏരിയ ആണ്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. മെഡിറ്റേഷൻ റൂമാണ്. ചിലപ്പോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ പെട്ടെന്നൊക്കെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയി പോയതും ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടായിരിക്കും. പെട്ടെന്നൊക്കെ താങ്ങാൻ പറ്റാത്തതേ, ചിലർക്ക് ചില ആഘാതങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല, മെന്റലി പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആയി പോകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ റൂം ആൻഡ് സെമിനാർ റൂം. അൺഇഞ്ചേർഡ്, അങ്ങനെ വലിയ കാര്യമായി പരിക്കൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ തന്നെ കിടന്നവരെ കുറച്ചുപേരൊക്കെ സ്റ്റേബിൾ ആയ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെയുള്ള പേഷ്യൻസ്, പിന്നെ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന റിലേറ്റീവ്സ്, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു സെമിനാർ. അപ്പൊ ഇതെല്ലാം ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവൈലബിൾ ആക്കേണ്ട റൂമുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? പേരുകളൊക്കെ ജസ്റ്റ് നമുക്ക് പഠിക്കണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാണ്. വേണമെങ്കിൽ ആ പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. എമർജൻസി റൂം, സർജറി റൂം, അങ്ങനെ പഠിക്കണ്ട. ചിലപ്പോഴെങ്ങാനും ചിലപ്പോൾ ബൈ ചാൻസ് ഇങ്ങനെ ഏതൊക്കെയാണ് അതിനകത്ത് വരിക, ട്രീറ്റ്മെന്റ് ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും അവരത് ഏരിയ റൂമുകളായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അത് പഠിക്കാനുള്ളതല്ല, പഠിക്കണ്ട. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു വെച്ചേക്കാം, അത്രേ ഉള്ളൂ. ടെസ്റ്റുകളൊക്കെ അതിനകത്ത് വരും കേട്ടോ, ടെസ്റ്റ് മൊത്തത്തിൽ വരും. ഓക്കെ, യെസ്, നമുക്ക് വെച്ച് നിർത്താം. ബാക്കി ഭാഗം നമുക്ക് നാളെ ഉണ്ടല്ലോ ക്ലാസ് അല്ലെ? നാളെ ഇല്ലേ? നാളെ ഉണ്ട്. ഓക്കെ, അപ്പൊ നാളെ എടുക്കാം. എവറിത്തിങ് ടു മച്ച് ഈസ് ബാഡ്, അധികമായി കഴിഞ്ഞാൽ അത് വിഷമാണ്. അതുകൊണ്ട് ഇവിടെ നിർത്താം. കൂടുതൽ പറഞ്ഞ് നമ്മള് ഓരടിപ്പിക്കില്ല അല്ലെ? അപ്പൊ ഓക്കെ, സോ സി യു. താങ്ക് യു. നാളെ കാണാം. ബൈ. Thank you, Miss. താങ്ക് യു. Thank you, Miss.